അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. മറിയപ്പള്ളി 26 നമ്പർ ശാഖയുടെ കീഴിലുള്ള സത്യവ്രത സ്വാമി സ്മാരക കുടുംബയോഗത്തിൻ്റെ കൺവീനർ ശ്രീമതി ജയന്തി രാധാകൃഷ്ണൻ അവർകൾ, ജോയിൻറ്റ് കൺവീനർ ശ്രീ ഷാജി NK തോട്ടുങ്കൽ അവർകൾ, രക്ഷാധികാരി ശ്രീ വിനോദ് പെരുന്തുരുത്തിൽ അവർകൾ, എന്നെ ഇവിടെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ച ഞങ്ങളുടെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ എല്ലാമായ രഞ്ജിത്ത് സാർ, അതുപോലെ എന്നെ ഇവിടെ ശ്രവിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശ്രീനാരായണീയരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. 1-2 പേരെയൊക്കെ പരിചയമുണ്ട്. അടുത്ത നാളിൽ ഞങ്ങൾ ഒരു കുദ്രോളി യാത്രയിൽ നമ്മുടെ ജയന്തി ചേച്ചി, അതുപോലെ ഇവിടെ ലത അല്ലേ, ഞങ്ങൾ 2 ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. വേറെ മറിയപ്പള്ളി ശാഖയിൽ നിന്നാണ് അന്ന് പോയത്, അതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ കുടുംബയോഗത്തിൽ നിന്ന് കുറവായിരിക്കും. അപ്പോൾ സത്യവ്രത സ്മാരക കുടുംബയോഗമാണ്, സത്യവ്രത സ്വാമികളുടെ പേരിലുള്ള കുടുംബയോഗമാണ് അല്ലേ. അതുകൊണ്ട് സത്യവ്രത സ്വാമികളെക്കുറിച്ച് ഒരു സെൻറ്റൻസെങ്കിലും പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. സത്യവ്രത സ്വാമികളുടെ സ്വാമികളെക്കുറിച്ച് ശ്രീനാരായണ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സത്യവ്രതന് ജാതി അശേഷമില്ല അല്ലേ. ശ്രീബുദ്ധനെ പോലും ജാതിയുടെ കാര്യത്തിൽ സത്യവ്രതൻ ജയിച്ചിരിക്കുന്നു. നമുക്ക് പോലും എന്താണ് ജാതി ഇതുപോലെ നീങ്ങിയോ എന്ന് സംശയമുണ്ട് എന്നാണ്. അതുപോലെ സത്യവ്രത സ്വാമികളെ നേരത്തെ നമുക്കറിയായിരുന്നു, ജാതി വിചാരങ്ങളൊക്കെ ആയിട്ട് അവർണർ എന്ന് വിചാരിച്ചിരുന്ന വിഭാഗത്തിനെയൊക്കെ നായർ സമുദായത്തെ തീണ്ടി അല്ലേ, അവരുടെ ആൾക്കാർ നായർ സമുദായത്തിൽ പിറന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് തല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സത്യവ്രത സ്വാമികളുടെ പേരിലുള്ള ഈ കുടുംബയോഗത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം പറയുകയാണ്. മറിയപ്പള്ളി ശാഖയെ സംബന്ധിച്ച് എന്നും എന്തുണ്ട്, എല്ലാ മാസവും നിങ്ങൾക്ക് പ്രഭാഷണങ്ങളുണ്ട്, ചതയ ദിനത്തിനുമൊക്കെ അല്ലേ. കഴിഞ്ഞ ഞായർ എന്തായിരുന്നു? ഭഗവാന്റെ തിരുജയന്തി ദിനമായിരുന്നു. അടുത്ത ഞായർ മഹാസമാധി ദിനമാണ്. അപ്പം ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള ഈ ഞായറാണ്. ചതയത്തിന് കഴിഞ്ഞ തിരുജയന്തി ദിനത്തിന് പ്രഭാഷണം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം സമാധിക്കുണ്ട് അല്ലേ. മനോജ് മാവുങ്കൽ സാറാണെന്ന് തോന്നുന്നു സമാധിക്ക് വരുന്നത്. അതുപോലെ പ്രശസ്തരായ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ നിരവധി കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഭാഷണത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്താർജിക്കും? പ്രഭാഷണത്തിലൂടെയൊക്കെ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിത്തത്തിനൊരു ശുദ്ധി ഉണ്ടാകണം അല്ലേ. ചിത്തശുദ്ധി കൈവന്നവരാണ് നിങ്ങൾ കൂടുതൽ ഞങ്ങളെക്കാൾ. കാരണം ഞങ്ങൾക്കൊക്കെ മഹാസമാധിക്ക് വർഷത്തിലൊരിക്കലേ ഉള്ളൂ പ്രഭാഷണം എന്ന് പറയുന്നത്. നിങ്ങളെല്ലായ്പ്പോഴും ഒരു വർഷം തന്നെ അനേകം പ്രാവശ്യം പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ്. പക്ഷെ ഒരു സങ്കടം ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, യുവതലമുറ എന്ത് വരുന്നില്ല, ഇതിലേക്ക് വരുന്നില്ല. അപ്പം നമ്മൾ വേണം അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ, ഭഗവാനെക്കുറിച്ച് അവരെ കൂടുതൽ അവരിലേക്ക് ചെല്ലാനായിട്ട്, അറിയാനായിട്ട് നമ്മൾ വേണം, മുതിർന്നവർ വേണം അവരെയും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവരിക. അപ്പം പ്രഭാഷണം കേൾക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. തച്ചിന്തനം, തശ്രവണം,
അന്യോന്യം തത് പ്രബോധനം എന്ന് വേണേൽ പറയാം. എന്താണ്? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുക അല്ലെങ്കിൽ കേൾക്കുക, ഭഗവാനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധന അല്ല അറിവുകൾ പകരുക. അതാണ് പ്രഭാഷണം എന്ന് പറഞ്ഞത്. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, കേൾക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുക. അപ്പം അങ്ങനെയുള്ള ഭഗവാനെക്കുറിച്ച് കേൾക്കാനും പറയാനും ഒക്കെ പറ്റുന്ന ഇടങ്ങളാണ് പ്രഭാഷണ വേദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ സുഹൃതികളാണ്, പുണ്യം ചെയ്തവരാണ്. പുണ്യം ചെയ്തവർക്ക് മാത്രം സിദ്ധിക്കുന്നതാണ് ഈ കാര്യം. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരേണം അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞ് ചുമ്മാ കളയുന്ന സമയം എന്തിനു വരണം? ഭഗവാനെക്കുറിച്ച് കേൾക്കാനും പറയാനുമൊക്കെ സാധിക്കണം. അതുകൊണ്ടുള്ള ഫലം അടുത്ത വരികളിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. എന്താണ്? കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി. ഈ കലികാലത്തിൽ മോക്ഷം, പരമപുരുഷാർത്ഥമായ മോക്ഷം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ മോക്ഷ പദത്തിലേക്ക് എത്താനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താണ്? എന്താണ്? ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക, കേൾക്കുക, പറയുക അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രഭാഷണത്തിനൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സത്സംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോയിരിക്കണം അല്ലേ. ഗുരുദേവനും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്ഷേത്ര സങ്കല്പം ഗുരുദേവൻ്റെ എന്താണ്? ഒരു കാര്യം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ. എന്താണ്? പള്ളിയുടെ മാതൃകയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിയുടേതുപോലുള്ള ആ എടുപ്പുകളോ ആ ഗോപുരങ്ങളോ ആ ശില്പ വൈദഗ്ധ്യമോ അല്ലാണോ ഗുരുദേവൻ ഉദ്ദേശിച്ചത്? അല്ല, എന്താണ്? പള്ളിയുടേതുപോലുള്ള വിശാലമായ ഹോളുകൾ, അകത്തളങ്ങളുള്ള ആയിരിക്കണം എന്ത്? ക്ഷേത്രങ്ങൾ. കാരണം അവിടെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കാനും പറ്റുന്ന ഇടങ്ങളായിരിക്കണം ക്ഷേത്രങ്ങൾ. അറിവ് നൽകുന്ന ഇടങ്ങളായിരിക്കണം ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് ഗുരുദേവൻ്റെ ക്ഷേത്ര സങ്കല്പത്തിൽ പ്രധാനം. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒന്നാമത്തെ അഷ്ടലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ തന്നെ എന്താണ്? വിദ്യാഭ്യാസമാണ് അല്ലേ. അപ്പം അറിവ് പകരുന്ന ഇടമായിരിക്കണം ക്ഷേത്രങ്ങൾ. ഭഗവാനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയാണ് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം, അല്ലെ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ ഗുരുദേവ ക്ഷേത്രത്തിൽ വന്നു, ഗുരുദേവനെ പ്രാർത്ഥിച്ചു, ഇനിയിപ്പം വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ വലിയൊരു വഴിപാടൊക്കെ വേണമെങ്കിൽ നടത്തി അല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അങ്ങോട്ട് പോയി ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തോ ഭഗവാൻ ഒരു വഴിപാടും സമർപ്പിച്ചാൽ എല്ലാം ആയി എന്ന് വിചാരിക്കും അല്ലേ. എന്താ ലിസ്റ്റ് സമർപ്പിക്കത്തില്ലേ നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പം? സമർപ്പിക്കുമോ അല്ലേ? നമ്മൾ പലചരക്ക് കടയിൽ ഇങ്ങനെ അരി 5 കിലോ, കാപ്പിപ്പൊടി 1/4 കിലോ എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റുമായിട്ടാണ് പോണത്. അതുപോലൊരു ലിസ്റ്റുമായിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. മനസ്സിലൊരു ലിസ്റ്റുമായിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. എല്ലാവരും ഇങ്ങനെ അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു? അയ്യോ എനിക്ക് ഈ മാസത്തെ ചിട്ടി വീഴണേ അല്ലേ. ഇതായിരിക്കത്തില്ല, പലർക്കും പല ആ ലിസ്റ്റ് പ്രകാരമായിരിക്കും അല്ലേ. അയ്യോ എൻ്റെ മകള് ഇപ്പം എന്താണ് കാനഡയ്ക്ക് പോകാനായിട്ട് റെഡി ആവണം, IELTSന് ഇത്ര സ്കോർ കിട്ടണേ, ഇങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾ നിരത്തുന്ന ഒരു ലിസ്റ്റ് അങ്ങോട്ട് സമർപ്പിച്ചു, വലിയൊരു വഴിപാടും കഴിച്ചു. അപ്പോൾ എല്ലാം ആയിന്ന് നമ്മൾ വിചാരിക്കുന്നു. എല്ലാം ആയോ അല്ലേ? ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഈ വഴി ഇത്തിരി പാടാണ് അല്ലേ. അത്ര എളുപ്പമല്ല എന്ത് ഭഗവാനെ എന്ത് ചെയ്യാൻ, പ്രാപിക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന് നല്ല സമർപ്പണം വേണം നമുക്കല്ലേ. അതിനുള്ള ഉപാധികളിലൊന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്പലത്തിൽ ഇന്ന് ഞാൻ അമ്പലത്തിൽ തന്നെ ശ്രദ്ധിക്കും, രാവിലെ പോയിട്ടാണ് വന്നത് ഞങ്ങളുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം കഴിഞ്ഞ നേരെ ഗുരുദേവനെ നോക്കി പ്രാർത്ഥിച്ചിട്ട് കണ്ണടയ്ക്കും. നമ്മളെല്ലാം ചെയ്യുന്ന അങ്ങനല്ലേ. കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഭഗവാനെ കാണാൻ അത്യുത്സാഹത്തോടെ
പോയി നമ്മൾ ആ മാർബിൾ വിഗ്രഹത്തിലേക്കൊക്കെ നോക്കി നിന്ന് പിന്നെ എന്ത് ചെയ്യുന്ന ആളാണ്? കണ്ണടയ്ക്കും. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അറിയാതെ സംഭവിക്കുന്നത് അല്ലെ? എന്താണ് അതിന്റെ കാരണം? എന്താണ്? അവിടെ ഇരിക്കുന്ന ആൾ എവിടെ തന്നെയുണ്ട്? എവിടെ ഉണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം അല്ലെ? നമ്മൾ ശബരിമലയിലേക്ക് പോകും. ശബരിമലയിലേക്ക് പോകുന്നവർക്ക് അറിയാം, 18-ാം പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാവർക്കും അറിയാം, പോകാത്തവർക്കും പോയവർക്കും ഒക്കെ അറിയാം. എന്താണ്? തത്വമസി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? തത്വമസി എന്താണ് ആ വാക്കിന്റെ അർത്ഥം? തത് ത്വം അസി എന്നാണ് അത് പിരിക്കുന്നത്. തത് ത്വം അസി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീയാകുന്നു. നീ ഇവിടെ ആരെ കാണാനാണോ വന്നത് അത് ആരാകുന്നു? നീ തന്നെയാകുന്നു അല്ലെ? അപ്പൊ ആ നീ അല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മള് ഈ ബാഹ്യമായ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തിയില്ല. ഞാൻ കോട്ടയം നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു പഠിതാവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പഠന കേന്ദ്രത്തിലെ രഞ്ജിത് സാർ എന്നെ ക്ഷണിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയും കൂടിയാണ് അല്ലേ? അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് +2 നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. +2 വിഭാഗത്തിലെ ഒരു കുട്ടി, അവന് ഒരമ്മ വന്ന് പറയുവാണ്, അമ്മയുടെ പേരൻസിനെ വിളിച്ച സന്ദർഭത്തിൽ അമ്മ പറയുവാണ്, ടീച്ചറെ പണ്ടൊക്കെ ഇവന് കൊച്ചായിരുന്നപ്പോൾ തന്നെ ഇവൻ എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാർത്ഥിക്കാൻ സന്ധ്യയ്ക്ക് നാമം ജപിക്കാനൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഇവൻ എന്താണ് കുറെ നാളായിട്ട് അവന് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചാണ്, നിനക്ക് നിന്റെ അമ്മയുടെ മനസ്സമാധാനത്തിനെങ്കിലും നിനക്ക് അമ്മയുടെ കൂടെ ഇച്ചിരി സമയം ആ സമയത്തൊന്ന് ഇരിക്കാൻ വയ്യേ, ഒന്ന് പ്രാർത്ഥിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണം, ഓ വേറെ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഓ വേറെ പണിയൊന്നുമില്ല, ചുമ്മാ സമയം കളയാറില്ല, വേസ്റ്റ് ഓഫ് ടൈം എന്ന് അവൻ പറയാണ്. കാരണം 10-16 വയസ്സുള്ള കുട്ടി അവൻ അങ്ങനെയല്ലേ പ്രതികരിക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത് ആ സമയത്ത്? പിന്നെ പ്രയോജനപ്പെടുത്താൻ എന്താ നീ ചെയ്യുന്നത്? വീടിന് പ്രയോജനകരമായ വേറെ എന്തെങ്കിലും കാര്യം നീ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയണം, ഞാൻ ആ സമയത്താണ് ജിമ്മിൽ പോകുന്നത്. ആ സമയത്താണ് ജിമ്മിൽ പോകുന്നത്, എൻ്റെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, എനിക്ക് മസിലൊക്കെ ഉണ്ടാകാനായിട്ട് ഞാൻ ആ സമയത്താണ് ജിമ്മിൽ പോകുന്നത് പറയുന്നത് അല്ലേ? അപ്പം എൻ്റെ ശരീരം മെച്ചപ്പെടുത്താൻ ഗുരുദേവൻ എന്താണ് ശരീരത്തെ കുറിച്ച് പറഞ്ഞത്? ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു അല്ലെ? അപ്പൊ ശരീരം അത്രയ്ക്ക് നീർക്കുമിള എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിലെ കുമിളയാണ്. അടുത്ത നിമിഷം വെള്ളത്തിലെ കുമിള കണ്ടിട്ടില്ലേ? അടുത്ത നിമിഷം അത് പൊട്ടിപ്പോകാം. അത്രയ്ക്ക് എന്താണ്? ക്ഷണികമാണ്, നിസ്സാരമാണ്. എഴുത്തച്ഛനൊക്കെ ഇതിനെ വർണ്ണിച്ചിട്ടുണ്ട്. മിന്നൽ പൊടി പോലെയാണ്, മിന്നൽ പ്രഭാചഞ്ചലം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിന്നൽ പൊടി, മിന്നല് എത്ര നേരം ആകാശത്ത് കാണും? 1 സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ശരീരവും മനുഷ്യ ജീവിതവും ഒക്കെ അസ്ഥിരമാണ്. അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ 10 വർഷം കഴിഞ്ഞുള്ള കാര്യമൊക്കെ പ്ലാൻ ചെയ്യും അല്ലെ? പക്ഷെ അടുത്ത സെക്കൻഡിൽ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ അങ്ങനെയാണ് പറഞ്ഞത് എന്താണ്? എൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് ബോഡിയൊക്കെ ഉണ്ടാക്കാനായിട്ട്, മസിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ജിമ്മിൽ പോകുന്നു. അവനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് വഴക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ? കാരണം പണ്ടാണെങ്കിൽ നമ്മൾ പറയുമായിരുന്നു അല്ലെ, പഴഞ്ചൊല്ല 40 ആയാൽ ബാക്കി നിങ്ങൾക്ക് പറയാം. പഴഞ്ചൊല്ല കേട്ടിട്ടില്ലേ? 40 ആയാൽ നരയും വരുമെന്ന് പറയും, കേട്ടിട്ടില്ലേ അല്ലെ? 40 ആയാൽ നരയും വരുമെന്ന് പറയും. പക്ഷെ ഇന്ന് 70-കാരെ പോലും എന്ത് ചെയ്യുന്നില്ല? നരച്ചവരെ കാണാനില്ല അല്ലെ? പല്ല് പൊക്കിയവരെ കാണാനില്ല. അപ്പൊ നമ്മൾ ഡൈയൊക്കെ ചെയ്ത് നമ്മൾ തലയൊക്കെ കുട്ടപ്പനാക്കി നമ്മുടെ ശരീരം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും ഗോദ്രേജ് ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ചോണ്ടാണോ? ആണോ? നമ്മൾ ഡൈവിങ് ചെയ്യുന്ന നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ആഭരണങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നു അല്ലെ? ഇപ്പൊ ശീമാട്ടിലൊക്കെ പോയി നല്ല സാരി, നല്ല ഷർട്ടും ഒക്കെ മേടിച്ച് അത് അവര് ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ചല്ലോ, നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ജോസ്കോ ജ്വല്ലേഴ്സിലോട്ടൊക്കെ ചെന്ന് നോക്കിക്കേ, ഇന്നിപ്പോ സ്വർണത്തിന് എത്രയാ വില? 80-ഓ 85-ഓ അങ്ങനെയൊക്കെ. ഒരു പവൻ മേടിക്കണമെങ്കിൽ 90,000 രൂപയൊക്കെ കൊടുക്കണം അല്ലെ? പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര എന്താണ്? ഉത്സവ പെരുന്നാളിന്റെ തിരക്കാണ്. ജോസ്കോ ജ്വല്ലേഴ്സിലോട്ടൊക്കെ പോയാൽ
കഴിഞ്ഞ മാസം ഞാനൊരു വിവാഹ സംബന്ധമായ ആവശ്യത്തിന് ചെന്ന, പക്ഷെ ഒരു കസേര പോലും ഒഴിവില്ല. അപ്പം ആ സെയിൽസ്മാൻ പറയാണ്, മാഡം ആരെങ്കിലും മാറുമ്പോഴത്തേനും വേഗം ഇരുന്നോളാം. അപ്പൊ 4 പേരാണ് ഞങ്ങൾ ചെന്നത്. ഞങ്ങൾക്ക് 4 പേർക്ക് 4 സീറ്റ് കിട്ടെ. കസേര കളിയാ. ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ നോക്കുന്നു, ഓടിപ്പോയി അവിടെ ഇരിക്കുന്നു അല്ലെ എന്ന് പറഞ്ഞപ്പോ നമ്മള് ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ശരീരത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. വേറൊരാൾക്ക് എന്ത് ചെയ്യരുത്, ഒരു ഉപദ്രവമൊന്നും ഉണ്ടാകരുതെന്നുള്ളത്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വന്നത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അകവും പുറവും തിന്നുന്ന ഒരാളുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലെ. ആ ഉള്ളിലുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളെ ശരീരത്തിന് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ചെയ്തു. ഇനിയിപ്പോ ഇങ്ങോട്ട് പോന്നപ്പോ എല്ലാവരും നല്ല ചന്ദ്രിക സോപ്പൊക്കെ ഇട്ട് കുളിച്ച് അല്ല നല്ല വൃത്തിയായി വന്നു. പക്ഷെ ഉള്ളിലുള്ള ആത്മാവിന് വേണ്ടി അല്ല, ഉള്ളിലുള്ള മനസ്സിന് വേണ്ടി അല്ലെ, ഈശ്വരാംശത്തിന് വേണ്ടി, അതിൻ്റെ ചൈതന്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, പ്രാർത്ഥന എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവണം. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേന് അത് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കൊടുക്കലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അല്ലെ. മനസ്സിനെ കൊടുക്കലാണ്. ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും, മനുഷ്യന് മറ്റൊരു വേല ചെയ്തിടേണ്ട. മനസ്സിനെ കൊടുത്ത മനസ്സിലേക്ക് നീ വന്ന് നിറയണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കുണ്ടാകും, നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. സന്ധ്യക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ മനസ്സൊക്കെ ഇങ്ങനെ അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഓരോ വിചാരങ്ങൾ കടന്നു വരുന്നത്. എന്താണ്? അയ്യോ ഗ്യാസ് ഓഫാക്കിയോ വാ. നിങ്ങൾക്കുണ്ടാകാറുണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ പുറകിലത്തെ കഥ കടച്ചോവാ. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോ കൊരങ്ങന്മാരിങ്ങനെ കയറി വരുവാണ്. വരാറുണ്ടോ അങ്ങനെ? അപ്പൊ ഇത് കൃത്യമായിട്ടൊരു സംവിധായകൻ മലയാള സിനിമയിൽ KPSC ലളിതാമ്മേനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. നേരത്തെ ഏതോ ചിത്രമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ലളിതാമ്മ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ അമ്മയാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പറയണം, ഈ കൊച്ച കോഴിക്കോട് അടിച്ചു നോക്കിയത്. ഇങ്ങനെ അടുത്ത സെന്റൻസ് പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം പറയും അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് ഗുരുദേവൻ ഷൺമുഖ സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഋക്ഷവത്കൊള്ളുമെൻ മനമിക്കണക്ക് വരാതിനെ രക്ഷ ചെയ്യുവതിന്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ, ഋക്ഷവത്തിനെ പോലെ കൊതികൊള്ളുന്ന എന്റെ മനസ്സിനെ ഒന്ന് അടക്കിത്തരണേ. ആരാ ഈ ഋക്ഷവത്ത്? രക്ഷാവത്താന കൊരങ്ങൻ അല്ലെ. നമ്മള് കുട്ടിക്കൊരങ്ങനോടാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്റെ മനസ്സ് അങ്ങോട്ട് എടുത്ത് എന്റെ മനസ്സർപ്പിച്ച് അതിലേക്ക് നീ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ കുട്ടിക്കൊരങ്ങന്മാർ ഇങ്ങോട്ട് വരും. ചിന്തകളാകുന്ന കുട്ടിക്കൊരങ്ങന്മാർ. നമുക്ക് ആ ശ്രദ്ധ, കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുന്ന ഏകാഗ്രതയൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല അല്ലെ. അതിനുള്ള ഉപാധിയാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ആധ്യാത്മികമായിട്ട് ആധ്യാത്മികമായിട്ട് 2 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നൊരു ശ്രുതിയും മറ്റൊന്നൊരു സ്മൃതിയുമാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ശ്രുതി, അങ്ങനെ ഒരു ശ്രുതിയുണ്ട്, അങ്ങനെ ഒരു ശ്രുതിയുണ്ട്, നമ്മൾ നിങ്ങൾ സംസാരിക്കത്തില്ലേ, അങ്ങനെ ഒരു ശ്രുതിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ട് കേൾവി അല്ലെ. അങ്ങനെ ഒരു കേട്ട് കേൾവി ഉണ്ടെന്ന് പറയാം അല്ലെ. അപ്പൊ ഇത് വെറുതെ ഒരു ശ്രുതിയല്ല, ഒരു കേട്ട് കേൾവിയല്ല. ആര്? സത്യം കണ്ട മാമുനിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെയാണ് എന്ത്? ശ്രുതി എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് വേദങ്ങളും ഉപനിഷത്തും ഒന്നും പഠിക്കാനായിട്ട് വായിക്കാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. കേട്ടാൽ പോലും നമ്മുടെ ചെവിയില് ഈ ഉരുക്കി ഒഴിക്കുമെന്ന് പറയുമായിരുന്നു അല്ലെ. അപ്പം പക്ഷെ ഇന്ന് നമുക്ക് അതൊക്കെ പഠിക്കാം. എന്നിട്ട് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് പഠിക്കാം. ആരും നമ്മുടെ ചെവിയില് ഈ ഉരുക്കി ഒഴിക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കത്തില്ല അല്ലെ. അപ്പം എന്താ ഇത് ആർക്കറിയായിരുന്നു?
ഗുരുദേവൻ അറിയാം. അതുകൊണ്ട് ഗുരുദേവൻ അതിനെയൊക്കെ കാച്ചി കുറുക്കി ലളിതമായ ഭാഷയിൽ നമുക്ക് തന്നിട്ടുള്ള ശ്രുതിയാണ് ഏത്? ശ്രീനാരായണ ഗുരുദേവ കൃതികൾ. അതിനകത്ത് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഇങ്ങനെ നല്ല കാച്ചി കുറുക്കിയെടുത്തതിൻ്റെ സത്താണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഗുരുദേവൻ എല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗുരുദേവന് നമ്മളോട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള ശ്രുതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ. രണ്ടാമത്തത് ഒരു സ്മൃതി എന്ന് ഞാൻ പറഞ്ഞു. സ്മൃതി അല്ലെ? സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി നമ്മുടെ വീട്ടിൽ, അപ്പൊ അതിനൊരു നൂല് കെട്ടി ചടങ്ങ് നടത്തണം. 28 കെട്ടം എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പൊ ഇത് 28-ന് പാടില്ല, 27 വേണം, 29-ന് വേണം, അല്ലെങ്കിൽ 56-ന് വേണം, ഇങ്ങനെയൊക്കെ പറയും അല്ലെ. അപ്പൊ ഈ 3 ദിവസങ്ങളും നമുക്ക് ആ കുട്ടിയുടെ കുഞ്ഞിന്റെ അമ്മയ്ക്കോ അച്ഛനോ പറ്റത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെ ആർക്കെങ്കിലും അറിയാവുന്നവരോട് നമ്മൾ ചോദിക്കും അല്ലെ. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ എഴുതി വെച്ചിട്ടുള്ള വല്ല പുസ്തകം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മുടെ ഒരു കല്യാണം, നമ്മുടെ വീട്ടില് മകന്റെ കല്യാണമാണ്. നമ്മൾ ഇഷ്ടംപോലെ കല്യാണം കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ മകന്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു സ്പെഷ്യലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര സംശയങ്ങളായോ, എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൊരുത്തങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടത്, ഭയങ്കര വെപ്രാളമൊക്കെയാണ്. അപ്പോഴാണ് നമ്മളെ ഈ ഗ്രന്ഥം സഹായിക്കുന്നത്, ഈ സ്മൃതി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്മൃതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സ്മൃതി ഗ്രന്ഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്മൃതി ഗ്രന്ഥം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ്? മനുസ്മൃതി കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാവുന്ന സ്മൃതി ഏതാണ്? മനുസ്മൃതി. മനുസ്മൃതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനുസ്മൃതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ശ്രീനാരായണ ഭഗവാൻ നമുക്കൊരു സ്മൃതി ഗ്രന്ഥം തന്നിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല. അറിയാവോ? അറിയാം അല്ലെ? ഏതാ? ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം. അതാണ് ശ്രീനാരായണ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള സ്മൃതി ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രീനാരായണ ധർമ്മം വീട്ടിലുള്ളവരെന്ന് കൈവയ്ക്കുകയും ശ്രീനാരായണ ധർമ്മം പുറത്തെവിടെയിലുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാണിക്കാൻ. പക്ഷെ ഇപ്പം മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട്. വളരെ ചെറിയൊരു പുസ്തകമാണ്. അപ്പം അമ്മയുടെയൊക്കെ വീട്ടിലുള്ളത് എന്ന് വായിക്കുമോ? അതാ വായിക്കേണ്ടത് അല്ലെ. അപ്പം വായിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പുസ്തകമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അനക്കാതെ വയ്ക്കും അല്ലെ. അത് ചെടി പറ്റരുത്, എൻ്റെ താളുകളൊന്നും ചുളുങ്ങരുത്, അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാനുള്ളതാണോ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. പുസ്തകം ചുളുങ്ങണം, കീറണം, ചെടി പറ്റണം, എങ്കിലേ അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ വേണം എന്ന് ഞാൻ. കാരണം എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്മൃതി ഗ്രന്ഥമാണ്. ഒരാളുടെ ജീവിതത്തിലെ എന്തൊക്കെ ധർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കാതെ ഒരു ജീവിതത്തിലെ കാര്യം, മനുഷ്യ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ള കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ ധർമ്മത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അമ്പലത്തിൽ നിന്നപ്പോഴത്തേന് ഒരു ചെറുപ്പക്കാരി, നല്ല സുന്ദരിയാണ്, പണക്കാരിയാണ്, കാറൊക്കെ തനിയെ ഡ്രൈവ് ചെയ്ത് വരുന്ന ജോലിക്കാരിയാണ്, എല്ലാ സുഖഭോഗങ്ങളൊക്കെ ഉള്ള നല്ലതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അടുത്ത് ഇങ്ങനെ ഒരു ഏങ്ങലടി കെട്ടി ഞാൻ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി. അപ്പൊ ഞാൻ അദ്ദേഹം മുമ്പേ ചിരിച്ച് കളിച്ച് ഒരു സങ്കടവും ഇല്ലാത്ത ആളെന്ന് നമുക്ക് തോന്നുന്ന ആളാണ് അടുത്ത് നിന്ന് ഏങ്ങലടിക്കുന്നു, കവളത്തോടെ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകുവാണ്. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറയുകയാണ്, തൊട്ടടുത്ത് നിന്നാണെന്ന് ഞാൻ കേട്ട, മനസ്സമാധാനം തരണേ. എന്താണ് അപ്പൊ അവിടെ ഒരു കുഴപ്പം? അപ്പൊ നമുക്ക് എല്ലാവരും പറയും, നമുക്ക് എന്തെല്ലാം സുഖഭോഗങ്ങളാണ് ഇങ്ങോട്ട് അല്ലെ. ഭയങ്കര മണിമാളികകളുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരുന്ന വഴിക്കൊക്കെ എത്ര നല്ല വീടുകളൊക്കെയാണ് അല്ലെ. അതുപോലെ തന്നെ കാർ, ഒരു വീട്ടിൽ ഒരു കാറൊന്നും അല്ല അല്ലെ, 4 പേരുടെ 4 കാറുണ്ട്.
അല്ലെങ്കിൽ വാഹനങ്ങളുണ്ട്, എല്ലാ സുഖങ്ങളുണ്ട്. പക്ഷെ ആളുകളോട് ചോദിക്കുകയാണ് എന്താണ് ഒരു കുറവ് എന്ന് ചോദിച്ചാൽ എന്താ? സമാധാനമില്ല, അതാണ് ഒരു കുറവെന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അതാണ് നമുക്ക് എന്തും വേണ്ടതെന്താ? സമാധാനമാണ് അല്ലേ. അതേസമയം ഇച്ചിരി വലിയ വീടോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സമാധാനം. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അങ്ങനെ തോന്നത്തേയില്ല. അപ്പൊ സമാധാനം തരണേന്ന് നമ്മൾ ഈ സമാധാനമില്ലായ്മ എന്ന് നമ്മൾ പറയും. ഈ സമാധാനത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. നമുക്കത് അറിയാലോ, നമ്മുടെ കയ്യിലിരിപ്പോണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. നമ്മളെപ്പോഴും ആരെ പറയും? കുറ്റം പറയും അല്ലേ. ചിലപ്പോൾ നമ്മൾ പറയും എന്താണ്, ഭർത്താവിൻ്റെ കുഴപ്പമാണെന്ന് ഭാര്യ പറയും. ഭർത്താവ് പറയും ഭാര്യയുടെ പ്രവൃത്തി ദോഷമാണ്, അല്ലെ മക്കളുടെ കുഴപ്പമാണ്, അതും അല്ലെങ്കിൽ അയൽവക്കക്കാരുടെയാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സമാധാന കേടെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ ശ്രീനാരായണ ധർമ്മത്തിലെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് എത്ര അധ്യായങ്ങളുണ്ട് ഇതിനകത്ത്? 10 അധ്യായങ്ങളുണ്ട്. 10 സർഗങ്ങളാണ് ഇതിനകത്ത്. 10 അധ്യായങ്ങളിൽ എല്ലാം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത് ഇവിടെ കുടുംബ ജീവിതത്തെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള. ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു കുടുംബയോഗം, കുടുംബ യോഗത്തിന്റെ വാർഷികമൊക്കെ ആയിട്ട് കുടുംബ ജീവിതം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ശ്രീനാരായണ ഗുരുദേവന് കുടുംബ ജീവിതത്തെ കുറിച്ച് എന്ത് അറിയാം? ഒരു ദിവസം പോലും ഒരു കുടുംബസ്ഥനായിട്ട്, ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കാത്ത ഭഗവാന് കുടുംബ ജീവിതത്തെ കുറിച്ച് എന്ത് അറിയാനാണ്? പക്ഷെ ഇതിലെ ഓരോ അധ്യായങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിലെ ഒരു അധ്യായത്തിന്റെ പേര്, 4ാമത്തെ അധ്യായത്തിന്റെ പേര് സൂതകം എന്നാണ്. സൂതകം എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പ്രസവത്തെ സംബന്ധിച്ചതെന്നാണ്. മഹാഋഷിയായ മഹാസന്യാസിയായ ശ്രീനാരായണ ഭഗവാൻ ആ അധ്യായത്തിൽ, സൂതകം എന്ന അധ്യായത്തില് നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ്. പിന്നെ അതിലെ തന്നെ ഒരു വിഭാഗമാണ് ആ ചാപ്റ്ററിൽ തന്നെ, ആ 4ാമത്തെ അധ്യായത്തിൽ തന്നെ ബാലോപചരണം. അവിടെ ഭഗവാൻ ആരാണ്? ഒരു കുട്ടികളുടെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ ചില അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു സാമ്പത്തിക വിദഗ്ധൻ, പണം എങ്ങനെ നമ്മൾ ഉണ്ടാക്കണം, കൈകാര്യം ചെയ്യണം, സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ. ചിലയിടത്ത് ഒരു കൗൺസിലറാണ്. ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായിട്ട് നമ്മൾ എവിടെ പോകും? കൗൺസിലേഴ്സിന്റെ മുമ്പിലേക്ക് പോകും അല്ലെ. അപ്പൊ അവർക്കൊക്കെ നല്ല ചാകരയാണ്. മുമ്പേ പറഞ്ഞ പോലെ എന്താണ് ഈ സമാധാനക്കേട്, കുടുംബ പ്രശ്നങ്ങള്, കുട്ടികളുടെ പ്രശ്നങ്ങള്. അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഫാമിലി കൗൺസിലറാണ് ചില അധ്യായങ്ങളിൽ ഗുരുദേവൻ. ചില അധ്യായത്തില് ഒരു പരിസ്ഥിതി സംരക്ഷകനാണ്. അപ്പൊ ശ്രീനാരായണ ഭഗവാന്റെ പല ബഹുമുഖമായ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ പ്രതിഭ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ പുസ്തകത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഗർഭസ്ഥനാകുന്ന നിമിഷം മുതൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കുട്ടി എപ്പോഴാണ് ജനിക്കുന്നത്? നമ്മൾ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ വെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആദ്യം അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലാണെന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് എവിടാണ്? അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലാണ്. അവർ തീരുമാനിക്കുന്നത് എന്താ? നമുക്കൊരു കുട്ടി വേണം. അപ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ അവർ തീരുമാനിക്കുന്ന നിമിഷം മുതൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യവാനും സമൂഹത്തിൽ ഉപകാരപ്പെടുന്നവനും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്നവനും ഒക്കെയായ ഒരു നല്ല ശിശു ജനിക്കുന്നതിന് മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണം, ആ നിമിഷം മുതലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അല്ലാതെ ഭ്രൂണമായിട്ട് വയറ്റിൽ ഉരുവാകുന്ന നിമിഷം മുതൽ അല്ല, അതിനു മുമ്പ് തന്നെ അച്ഛനമ്മമാർ എന്തൊക്കെ ചര്യകൾ അനുഷ്ഠിക്കണം ഒരു നല്ല ശിശുവിന്റെ ജനനത്തിന്. പിന്നെ
അവൻ്റെ ബാല്യം, വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെ വിവാഹത്തിലൊക്കെ എത്ര പൊരുത്തങ്ങൾ നോക്കണം. നമ്മൾ നോക്കുന്ന 10 പൊരുത്തമൊന്നുമല്ല ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗുരുദേവൻ പറഞ്ഞൊന്നും കേൾക്കാതെ നമ്മൾ എന്ത് ചെയ്യും? വേറെ ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ആ 5 പൊരുത്തങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ അങ്ങനെ അന്ത്യേഷ്ടി കർമ്മങ്ങൾ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. ഇത് അമ്മ പറഞ്ഞതുപോലെ സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്കൊരു മാർഗരേഖയാണ്, ഒരു നിയമസംഹിതയാണ്. ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ബൈബിൾ എന്നതുപോലെ ക്രിസ്ത്യൻ സഹോദരന്മാർ ബൈബിൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പൊതിഞ്ഞ് ഭദ്രമായിട്ട് വെക്കുകയാണോ? അല്ല, അവരെന്നും എന്ത് ചെയ്യും? അത് പാരായണം ചെയ്യും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിത്യേന പാരായണം ചെയ്യേണ്ട ഒരു പുസ്തകമായത് ശ്രീനാരായണ ധർമ്മം. കാരണം അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സമാധാനക്കേടിന്റെ കാരണം എന്തൊക്കെയാണെന്ന്. ഞാനിപ്പോൾ ഇതിനകത്ത് 2 or 3 അധ്യായത്തിന്റെ കാര്യം പറയുന്നുള്ളൂ. ഇപ്പോഴേ നിങ്ങൾക്കൊരു പരീക്ഷ വരെ എഴുതാവുന്നുണ്ട്. പേപ്പറും പേനും ഒന്നും ടീച്ചറായതുകൊണ്ട് ഇത് പരീക്ഷ ഇടാൻ വന്നിരിക്കണോ എന്ന് വിചാരിക്കേണ്ട. മനസ്സിൽ എഴുതി നോക്കുക. കാരണം എന്താണ്? ഗുരുദേവൻ പറഞ്ഞതൊക്കെ ഞാൻ അനുഷ്ഠിക്കുന്നുണ്ടോ? മാർക്കം തന്നെ ഇടണം, ഞാൻ നോക്കത്തൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് തന്നെ തീരുമാനിക്കാം എന്തുകൊണ്ടാണ് എൻ്റെ സമാധാനം എന്താണ് ഇല്ലാതാകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടല്ലേ. ഗുരുദേവൻ പറഞ്ഞതൊന്നും എന്താണ് ജീവിതത്തിൽ പകർത്തിയിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഗുരുദേവൻ ഞാൻ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ ധർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംസ്കൃത ഭാഷയിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് അമ്മ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അമ്മ പറഞ്ഞു. എന്താണ്? മലയാള പരിഭാഷയും അവിടെയുണ്ട്. ഇത് ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത, ഗുരുദേവനോട് ബോധാനന്ദ സ്വാമികൾ തുടങ്ങിയ ശിഷ്യന്മാര് സംശയങ്ങൾ ചോദിച്ച് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ധർമാധർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭഗവത്ഗീത നമുക്ക് കിട്ടിയതുപോലെ ബോധാനന്ദ സ്വാമികൾ തുടങ്ങിയ ശിഷ്യന്മാര് സംശയങ്ങൾ ചോദിക്കുന്നു. ഭഗവാനെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഗുരുദേവൻ പറയുന്ന മറുപടി ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഇതിനകത്ത്. എന്നിട്ട് എങ്ങനെ ആത്മാനന്ദ സ്വാമികളാണ് ഇത് എഴുതിയെടുത്തത്. എന്നിട്ട് അന്ന് തന്നെ ഗുരുദേവനെ വായിച്ച് കേൾപ്പിച്ച് തെറ്റ് തിരുത്തിയതാണ് ശ്രീനാരായണ ധർമ്മം. അതിൻ്റെ മലയാള പരിഭാഷ ശ്രീനാരായണ തീർത്ഥസ്വാമികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിൽ അതിൻ്റെ പരിഭാഷയുണ്ട്. അപ്പൊ ശ്രീനാരായണ ധർമ്മം അനുസരിച്ചുള്ള കുടുംബജീവിതം അല്ലെ. അപ്പൊ കുടുംബം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അറിയാം. എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളത് അല്ലെ. കൂടുമ്പോൾ ഇമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പം സന്തോഷം. എല്ലാവർക്കും അറിയാം. കൂടുമ്പോൾ സന്തോഷമുണ്ടാകണം. ആര് കൂടുമ്പോൾ? ആ വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എന്തുണ്ടാകണം? ഒരു സന്തോഷം ഉണ്ടാകണം. അംഗങ്ങളെല്ലാം എല്ലായ്പ്പോഴും ഒരുമിച്ച് കാണണം നിർബന്ധമില്ല. രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, അല്ലെ അമ്മ ജോലിക്ക് വീട്ടമ്മമാരും ജോലിക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ജോലികൾ കാണാം. മക്കൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നു. അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ അവിടെ എന്തുണ്ടാകണം? ഒരു ഇമ്പം ഉണ്ടാകണമെങ്കിൽ അതിനെ എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? കുടുംബം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് എന്ത് മാത്രമാണ്? കല്ലും മണ്ണും സിമെന്റും ഇഷ്ടികയും കൊണ്ടൊക്കെ നിർമ്മിച്ച വെറും കെട്ടിടം മാത്രമാണ് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കണം അങ്ങനെ വെറുതെ കെട്ടിടമായിട്ട്. ഞങ്ങൾ പിള്ളേരോട് പറയാം, അവധിക്കൊക്കെ ഞങ്ങൾ പിള്ളേരുടെ അവധിക്ക് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും ഇവിടെ ടീച്ചർ ഇരിപ്പുണ്ട്, എൻ്റെ നാട്ടുകാരിയുടെയാണ്. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും അവധിക്ക് പിള്ളേരില്ലാത്തപ്പോൾ ഞങ്ങൾ പറയും നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം എന്നൊക്കെ മോഹൻലാൽ പറയുന്ന പോലെ. പിന്നെ അവരോട് പറയും പിള്ളേരില്ലെങ്കിൽ ഒരു രസവും ഇല്ല. പള്ളിക്കൂടത്തിലോട് ചെല്ലുമ്പോഴത്തേന് വെറുതെ ഭിത്തി ക്ലാസ് മുറികളൊക്കെ മാത്രം. അവരുടെ കുസൃതികളും കളിച്ചിരികളും ഇച്ചിരി വില്ലത്തരങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് ശരിക്കും അത് എന്തായി മാറുന്നത്? ക്ലാസ്സായി മാറുന്നത്, സ്കൂളായി മാറുന്നത്, പള്ളിക്കൂടമായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞതുപോലെ
അംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തുണ്ടാകണം? ഇമ്പമുണ്ടെങ്കിൽ അതിന് എന്തുള്ളൂ? ഒരു സന്തോഷം ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഒരു കുടുംബം എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് പത്രവാർത്തകളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഇമ്പം എല്ലാ വീടുകളിലും ഉണ്ടോ? കുറച്ച് വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇമ്പത്തിന് പകരം ഇന്ന് എന്താണെന്ന് വേണേൽ പറയാം, കമ്പമാണെന്ന് പറയാം. കാരണം പത്രത്തിലൊക്കെ നോക്കാൻ പറയും ഭാര്യ ഭർത്താവിനെ കൊന്നൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. പണ്ട് നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ട് അല്ലെ? ഇപ്പൊ എല്ലാ കുറെ നാളുകളായിട്ട് ഇപ്പൊ സ്ത്രീകളാണ് കുറെ കൂടെ എന്താണ് പുരുഷന്മാരെ കഴിഞ്ഞൊക്കെ വില്ലത്തികളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പത്രവാർത്തകളൊക്കെ വായിക്കുമ്പോഴത്തേനും ഇന്ന് ഇമ്പത്തിന് പകരം കമ്പമാണ്. എന്താ കമ്പം എന്ന് പറഞ്ഞാല്? കമ്പം, ഭൂകമ്പം നമ്മൾ പറയത്തില്ലേ? എന്താണ്? ഭൂമിയുടെ വിറയലാണ് കമ്പം അല്ലെ? ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല, ഭൂമി കുലുക്കം എന്ന് പറയും. അപ്പൊ ഈ കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പമാണ് എന്ന് പറയുന്നത്. ചില കുടുംബങ്ങളൊക്കെ ഇടിമുഴക്കത്തിന്റെ ഒക്കെ ഇതാണ് പ്രദേശങ്ങൾ പോലെയാണ്. അതുപോലെ നമ്മൾ പറയാം അതിരമ്പുഴ കമ്പക്കെട്ടെന്ന് പറയത്തില്ലേ? അതെന്താണ്? വെടിക്കെട്ട് അല്ലെ? അതിരമ്പുഴ പള്ളിയിൽ വെടിക്കെട്ടില്ലേ? അപ്പൊ ചില കുടുംബങ്ങളിലൊക്കെ നല്ല എന്താണ് വെടിക്കെട്ടിന്റെയൊക്കെ പൂര പ്രദേശങ്ങളാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇമ്പമില്ലാത്തതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം എന്തില്ല? സ്നേഹമില്ല എന്നാണ് ഇതിന്റെ ഉത്തരം അല്ലെ? സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കുന്നവരുടെയൊക്കെ നമ്മൾ എന്തേ കാണത്തുള്ളൂ? പോസിറ്റീവായിട്ടേ കാണത്തുള്ളൂ. അല്ല, സ്നേഹമുണ്ടെങ്കിൽ ഒരു നെഗറ്റീവും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മൾ കാണത്തില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? നല്ല ഗുണങ്ങൾ മാത്രമേ നമ്മൾ കാണൂ. അതാണ് ഈ പ്രേമിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അച്ഛനും അമ്മയൊക്കെ എന്നാ പറഞ്ഞാലും അവരെന്ത് ചെയ്യത്തില്ല? മനസ്സിലാക്കത്തില്ല അല്ലേ? അയ്യോ നമ്മളെ മക്കളോടൊക്കെ പറയും ആ ചെറുക്കൻ അങ്ങനെയാണ് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ വിശ്വസിക്കുമോ? ഇല്ല. കാരണം അപ്പൊ അവരെന്ത് മാത്രമേ കാണുന്നുള്ളൂ? ആ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, പരസ്പരം കാണിക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇഷ്ടമില്ലെങ്കിലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണല്ലോ നല്ല പോസിറ്റീവ് കാര്യം ചെയ്താലും നമുക്ക് എന്തായിട്ടാ തോന്നത്തുള്ളൂ? നെഗറ്റീവായിട്ട് തോന്നും. നമ്മൾ പറയുന്നില്ല ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയും അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സ്നേഹമില്ല എന്നുള്ളതാണ്. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്. സ്നേഹത്തിന്റെ ഉപവിഭാഗങ്ങളായിട്ട് എന്താണ്? അവർ തമ്മിൽ നല്ല സംസാരം, സ്നേഹിക്കുന്നവർ നല്ല സംസാരമായിരിക്കും അല്ലെ? എപ്പോഴും വർത്താനം പറയാനായിട്ട് അവർ ആഗ്രഹിക്കും. അപ്പൊ നല്ല സംസാരം വേണം. പിന്നെ എന്തൊക്കെ വേണം? നല്ല കളിയും ചിരിയൊക്കെ ഉണ്ടായിരിക്കണം. കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല സംസാരം വേണം, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ വേണം, ഒരുമിച്ചുള്ള ഉറക്കം വേണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന വേണം. ഇതെല്ലാം നമ്മുടെ ഇപ്പൊ കുട്ടികളെ പറയുവാണെങ്കിൽ കുട്ടികൾ ഈ സ്നേഹം ആരിൽ നിന്നാണ് പഠിക്കുന്നത്? ആരിൽ നിന്നാണ്? അത് പഠിപ്പിക്കാനായിട്ട് സ്കൂളോ വല്ലതും ഉണ്ടോ? സ്കൂളിലൊക്കെ പഠിപ്പിക്കും. പക്ഷെ 5 വയസ്സ് കഴിഞ്ഞ് അല്ലെ 6 വയസ്സ് കഴിഞ്ഞാണ് അവൻ എവിടെ ചെല്ലുന്നത്? സ്കൂളിൽ ചെല്ലുന്നത്. അതിനു മുമ്പ് തന്നെ അവൻ എത്രയോ അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു ജീവിതത്തില്. അവന്റെ ആദ്യത്തെ വിദ്യാലയം എവിടാണ്? സ്കൂളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിദ്യാലയം ഏതാണ്? അവന്റെ വീടാണ്. ആദ്യത്തെ ഗുരുക്കന്മാരാരാണ്? അച്ഛനും അമ്മയുമാണ്. അപ്പൊ അച്ഛനും അമ്മയും കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേട്ടാണ് ആര് വളരുന്നത്? കുട്ടി വളരുന്നത്, പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവൻ സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ ഈ സ്നേഹം കണ്ട് പഠിക്കുന്നത് ആരിൽ നിന്നാണ്? മാതാപിതാക്കൾ. നമ്മൾ വലുതായി നമ്മളവിടെ വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മക്കൾക്ക് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് പ്രായം നമ്മൾ പറയും അയ്യോ മക്കള് നമ്മളെ നോക്കുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്താണ്? നമ്മൾ തന്നെയാണ് അവരെ വളർത്തിയതിൻ്റെ ഒരു കുഴപ്പമൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് മാതാപിതാക്കളെ സ്നേഹം കാണിച്ചെന്ത് ചെയ്യണം? മക്കളെ വളർത്തണം. അവര് സ്നേഹം കണ്ട് വളരണം. മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുക. മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കും, എത്ര അത് കൊടുക്കാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്നത് കണ്ട് ആര് വളരണം? കുട്ടികള് വളരണം. അപ്പൊ മക്കൾക്ക് കൊടുക്കാൻ
കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്നാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? സ്നേഹം, അല്ലെ? സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആദ്യം കൊടുക്കാതിരിക്കുക മക്കൾക്ക് സ്നേഹം. അത് വളരെ അപൂർവം. 10,000-1 ഒക്കെ ആയിരിക്കും മക്കൾക്ക് സ്നേഹം കൊടുക്കാത്ത അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. 10,000 പോലും അല്ല, ലക്ഷത്തിലൊക്കെ ആയിരിക്കും. സ്നേഹം കൊടുക്കാൻ നല്ലൊരു സമ്പത്താണ്. പിന്നെന്താ? വിദ്യാഭ്യാസം കൊടുക്കാം. പക്ഷെ അതെല്ലാം കൊടുത്താലും ഭാവിയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആ സമ്പത്ത് ചിലപ്പോൾ നമുക്കും പ്രയോജനപ്പെടത്തില്ല, നാടിനും പ്രയോജനപ്പെടത്തില്ല. ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത്, അല്ലെ? അപ്പൊ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരെ നല്ല ഈശ്വര വിശ്വാസമുള്ളവരായിട്ട് വളർത്തുക. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്നത് അവര് കണ്ടു വളരണം. സ്നേഹം കണ്ടു വളരണം. എങ്കിൽ ഒരു കുട്ടിയും എന്ത് ചെയ്യത്തില്ല, വഴി തെറ്റത്തില്ല. ഇന്ന് നമ്മൾ പറയും കുട്ടികളൊക്കെ വഴി തെറ്റുന്നു, അല്ലെ? ഒരു കുട്ടിക്കും വഴി തെറ്റാൻ തോന്നത്തില്ല നല്ലൊരു സ്നേഹം ലഭിക്കുന്ന വീട്ടിൽ വളരുന്ന കുട്ടികൾക്ക്. അച്ഛനും അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം. ഇവര് തമ്മിൽ സ്നേഹിക്കുന്നത് കുട്ടി കണ്ടു വളരണം. ഒരു മോട്ടിവേഷണൽ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടതിനകത്ത് അദ്ദേഹം പറയണം, നമ്മൾ എന്തൊരു തോൽവിയാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചാണ്. എല്ലാവരും മാതാപിതാക്കൾ പൊതുവായിട്ട് പറയണം, നമ്മൾ എന്തൊരു തോൽവിയാണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കും പറയാവുന്നതും പറയാൻ മേലാത്തതും, ഭാര്യയുടെ ചരിത്രവും ഭർത്താവിന്റെ ചരിത്രവും അങ്ങനെ വീടുകളുടെ കുടുംബങ്ങളുടെ എല്ലാം അങ്ങോട്ടും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ പറയും. പക്ഷെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്നേഹിക്കാൻ ഒരു അവസരം ഉണ്ടായാൽ നമ്മൾ എന്ത് പറയും? അയ്യേ, കുട്ടികൾ കാണും, അല്ലെ? എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്നേഹം കാണിക്കത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്താ കാണിക്കേണ്ടത്? ഈ തല്ലും പിടുത്തവും വഴക്കൊക്കെയാണോ കാണിക്കേണ്ടത്? എന്താ കാണിക്കേണ്ടത്? സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്, അവർക്ക് എന്താ കാണേണ്ടത് ചോദിച്ചു നോക്കേ. അച്ഛൻ്റെ അമ്മയുടെ തല്ലും വഴക്കൊക്കെയാണോ കാണേണ്ടത്? സ്നേഹമാണെന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? എന്താ പറയുന്നേ? സ്നേഹമാണെന്ന് മാത്രമേ പറയത്തുള്ളൂ, അല്ലേ? അപ്പൊ അങ്ങനെ വളരുന്ന ഒരു കുഞ്ഞിനെ വഴിതെറ്റിക്കാനായിട്ട് ഒരു ദുഷ്ടശക്തിക്ക് പറ്റത്തില്ല. ഒരു ലഹരിക്കും ഒന്നും അവൻ എന്താകത്തില്ല, അടിമയാകത്തില്ല. കാരണം അവൻ നല്ല സ്നേഹം കണ്ട് അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹിക്കുന്നത്, മക്കള് പരസ്പരം സ്നേഹിക്കുന്നത്, മക്കള് തിരിച്ച് ഇതൊക്കെ കണ്ടാണോ വളരുന്നത്. ഇന്ന് നമുക്ക് ഈ സംസാരമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? എന്താ? ഫോണ്, അല്ലെ? ഇപ്പൊ 4 പേരൊരു വീട്ടിലുണ്ടെങ്കിൽ എത്ര ഫോണുണ്ട്? 8 ഫോണുണ്ടെന്ന് പറയാം, അല്ലെ? അപ്പൊ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഒരാശയവിനിമയമില്ല, സംസാരമില്ല. അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കത്തില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുന്നില്ല, മക്കള് മാതാപിതാക്കളോട് തിരിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പൊ 2 നില വീടോ വല്ലോ ആണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ കണി കാണാനായിട്ട് കിട്ടുന്നില്ല. ശരിയാണോ? അപ്പൊ 2 നില വീടാവണമെന്നില്ല, ചെറിയൊരു വീടാവണമെങ്കിലും ആ ഒരു മുറി അവർക്ക് കാണുമല്ലോ. അതിനകത്ത് കഥ അടച്ചിരുന്ന് ഫോണുമായിട്ട് അവര് സകല സമയവും ഇരിപ്പാണ്, ഫോണിലാണ്, അല്ലെ? അമ്മ വാട്സാപ്പ് വഴിയാണ് സന്ദേശം പോലും, എന്താണ്, ആഹാരത്തിന്റെ കാര്യം പോലും ഈ ആപ്പ് വഴിയാണ്. എന്താണ്, എടാ മോനെ ചോറെടുത്ത് വെച്ചു, ശരിയാണോ? അന്നേരം അവൻ അവിടെ നിന്നോട് തിരിച്ച് സന്ദേശമാണ്, എന്താണ്, എനിക്കിപ്പോ വേണ്ട. ഉണ്ടോ? ചില വീടുകളിലൊക്കെ നടക്കുന്നതാണ്. ഞാൻ അവനോട് വലിയ പണിയിലാണ്, എന്താണ്, തോന്നലാണ്. അപ്പൊ ഇങ്ങനെ പരസ്പരമുള്ള സംസാരമില്ല, കളിയും ചിരിയും ഒരുമിച്ചുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ചൊരു ടേബിളിന് ചുറ്റും, ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരുന്നുള്ള ഭക്ഷണം കഴിപ്പ് പോലും പണ്ടൊക്കെ അതൊക്കെ എല്ലാവർക്കും നിർബന്ധമായിരുന്നു, അല്ലെ? അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരുടെ ഇരുന്നുള്ള ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെല്ലാം പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അല്ലെ? കഴിഞ്ഞ ദിവസം ഇതുപോലെ മുതുകാട് സാറിന്റെ ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞാണ്, അദ്ദേഹം പറയുന്നത് 2 മണിക്കൂറൊക്കെ 2 മണിക്കൂറുണ്ട്. പക്ഷെ 2 ഞാൻ പറയുന്നില്ല, ഒരു അരമണിക്കൂറെങ്കിലും എന്താണ്, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ പിള്ളേർ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചാലും എങ്ങനെയാണ് അവർ വരുന്നത്? അവരുടെ കയ്യിൽ ഒന്നുകിൽ ഫോൺ കാണും, അല്ലെങ്കിൽ എന്ത് കാണും, ലാപ്ടോപ്പ് കാണും, അല്ലെങ്കിൽ എന്ത് അവധിയില്ലാതെ പറ്റത്തില്ല. അതിങ്ങനെ തുറന്നു വെച്ച് അതിനകത്തോട്ട് നോക്കിക്കൊണ്ടാണ് അവര് ഭക്ഷണം. നമ്മളോട് അവർക്ക് ഒന്നും വേണ്ടണ്ട, അല്ലെ? അപ്പൊ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഓഫ് ചെയ്ത് വെച്ച്, TV ഉൾപ്പെടെയുള്ള നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിത്യേന ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്
അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വർത്തമാനങ്ങൾ പറയണം. അച്ഛൻ ജോലിക്ക് പോയിട്ട് ആ ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ അച്ഛന് പറയാം. അമ്മ ഇപ്പം വീട്ടമ്മയാണെങ്കിൽ കൂടി എന്തെല്ലാം കാര്യങ്ങൾ പറയാനായിട്ട് കാണും അല്ലേ. അവിടെ ഒരു പാത്രക്കച്ചവടക്കാരൻ കച്ചവടത്തിന് വന്നതോ അല്ലെ തോമാച്ചേട്ടൻ കല്യാണം കഴിക്കാൻ വന്നതോ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയാനാണ്, മക്കൾക്ക് പറയാനാണ്. ഇങ്ങനെയുള്ള പരസ്പരം ഒരു അരമണിക്കൂറെങ്കിലും ആശയവിനിമയം നടത്തുന്നിടത്ത് എന്താണ് കൂടുതൽ നല്ല ബന്ധമുണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരുമിച്ചുള്ള ഉറക്കം വേണം, ഒരുമിച്ചുള്ള ഭക്ഷണ സമയങ്ങൾ വേണം, ഒരുമിച്ചുള്ള ക്വാളിറ്റി ടൈം ഉണ്ടാകണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞു അല്ലെ. എത്ര വീടുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അത് കൈകൊക്കെ എല്ലാ അംഗങ്ങളുടെ ഒരുമിച്ചാണ്. അച്ഛനും അമ്മയും പിന്നെ മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ വീട്ടിലുണ്ടോ? ഉണ്ട്. ഒന്ന് രണ്ട് പേരുടെ ഒക്കെ ഉള്ളു കൈമുറിയുള്ളൂ അല്ലെ. അപ്പം ബാക്കിയുള്ളവരുടെയൊക്കെ വീടുകളിൽ അങ്ങനെ അല്ല അല്ലെ. അപ്പം നമ്മുടെ വീട്ടിൽ ഈ പ്രാർത്ഥന ആളുടെ പുസ്തകാവകാശം അമ്മമാരുടെ അല്ലെ. അപ്പൊ അമ്മമാരുടെ കുത്തകയായിട്ടാണല്ലോ, അമ്മമാരുടെ ഒരു ഉത്തരവാദിത്വമാണ്. പണ്ട് പോലെ അങ്ങനെയാണ് അല്ലെ. കുറച്ച് കുഞ്ഞുങ്ങൾ പണ്ടൊക്കെ ആകുമ്പോൾ ഒരു 10-15 വയസ്സുള്ള കുട്ടികൾ, 18-20 വയസ്സുള്ള കുട്ടികളൊക്കെ ഇരിക്കുമായിരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ വന്നേ പിന്നെ എന്തില്ല, ഒരു കുഞ്ഞു പിള്ളേരല്ലോ ഇരുന്നെങ്കിലായി അല്ലെ. അവരും മൊബൈലുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ അമ്മമാർക്ക് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നിട്ട് എന്ത് ചെയ്യും? അച്ഛൻ ആ സമയത്ത് വേറെ എന്താ ജോലി ഞാൻ ചോദിക്കുന്നില്ല, വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുന്ന ആളായിരിക്കും. പക്ഷെ ഇവിടെ ഇരുന്ന് ചിലപ്പോൾ വേണേൽ ആ മകനോട് പറയും സന്ധ്യയ്ക്ക് അമ്മയുടെ കൂടെ നാമം ജപിക്കണമെന്നൊക്കെ. പക്ഷെ അങ്ങനെ പറയുന്നതിന് പകരം അച്ഛൻ എന്താ ചെയ്ത് കാണിക്കണ്ടേ? അവിടെ ഇരുന്ന് കാണിച്ച് അല്ലെ, മകനെ വിളിച്ച് എല്ലാ ദിവസവും കൃത്യമായിട്ട്. അത് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ക്രിസ്ത്യൻ സഹോദരന്മാരെ കണ്ടുപിടിക്കണം. അവർക്ക് കൃത്യമായിട്ടുള്ള സന്ധ്യാപ്രാർത്ഥനയും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള എല്ലാവരും പോകും അല്ലെ. എന്താണ് കിടപ്പ് രോഗികൾ ഒഴിച്ചുള്ള എല്ലാവരും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് മുസ്ലിം സഹോദരങ്ങൾക്കും. അവർക്ക് ഗവൺമെന്റ് പോലും വെള്ളിയാഴ്ച കുട്ടികൾക്ക് ഇന്റർവെല് കൂടുതൽ കൊടുത്തിരിക്കുക. ഞാൻ പഠിപ്പിച്ച ചില 1-2 സ്കൂളുകളിൽ ഒരു മുസ്ലിം കുട്ടി ഉണ്ടെങ്കിൽ പോലും 2:30 വരെയൊക്കെയാണ് ഉച്ചക്കലത്തെ ഇന്റർവെല്. ഒരു ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഒരു ഹിന്ദു കുട്ടി, അവനറിയാം ഞാൻ ഹിന്ദു ആണെന്നറിയാം. അപ്പൊ അവൻ അടുത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുട്ടിയായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ഇവൻ പറയണം, അതൊക്കെ ടീച്ചറെ നമ്മളെ കണ്ടുപഠിക്കണം അല്ലേ. ഇവൻ പറയണം അതൊക്കെ നമ്മളെ കണ്ടുപഠിക്കണം അല്ലേ. ഞാൻ ചോദിച്ചാൽ എന്നാണെന്ന് വെച്ചാൽ പറയണം, ഇവൻ പള്ളിയിൽ ചെല്ലാനിട്ട്, ഇവൻ 2 ആഴ്ച പള്ളിയിൽ ചെല്ലാനിട്ട് പള്ളിയിലച്ഛൻ ഉണ്ടല്ലോ, പള്ളിയിലച്ഛൻ വീട്ടിൽ വന്നിട്ട് അടുത്ത ആഴ്ചയിൽ എന്ത് ചെയ്യണം, അടുത്ത ഞായർ പള്ളി വന്നേക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇവൻ ക്രിസ്ത്യാനി കുട്ടി ഹിന്ദു കുട്ടിയോട് പറയുക. അപ്പൊ അവൻ പറയുവാണ്, എന്നോടൊക്കെ ഞാൻ ക്ലാസ്സിലോട്ട് ഇന്ന് എന്നോടെന്താ പറയുന്നത്, അതൊക്കെ നമ്മളെ കണ്ടുപിടിക്കണം എന്നതാണ്. നമുക്ക് അമ്പലത്തിൽ പോയില്ലേലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല, ആരും ചെല്ലാൻ നിർബന്ധിക്കത്തുമില്ല, പറയത്തുമില്ല. ഞാൻ കുഞ്ഞിലേന്നാണ്ട് അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയതാണ് അവൻ പറയുക. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പം. ആധ്യാത്മികമായ അറിവ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇവിടെ രവിവാര പാഠശാലയുണ്ടോ നമ്മുടെ ശാഖയില്? ഉണ്ടോ? കൃത്യമായിട്ട് നല്ല ഇതിലൊക്കെ പോകുന്നുണ്ടല്ലേ. അപ്പൊ രവിവാര പാഠശാലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വിടണം. നമ്മൾ ചുമ്മാ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ സ്കൂളിൽ വിടും അല്ലെ. ഒരു പനി വന്നാൽ പോലും മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ സ്കൂളിൽ വിടും. കാരണം നമുക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂൾ വിദ്യാഭ്യാസം നമുക്ക് ജോലിക്കൊക്കെ വേണ്ടി പ്രധാനപ്പെട്ടതല്ലെന്ന് ഞാൻ പറയത്തുമില്ല. ഞാനൊരു അധ്യാപിക കൂടിയായിരുന്നല്ലോ, ഇപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് എന്ത് ഇതെന്ന് പറഞ്ഞാൽ അല്ലെ. കാരണം ഇവര് നല്ല കുട്ടികളാകാൻ വേണ്ടി, നല്ല സ്വഭാവ രൂപവൽക്കരണത്തിനൊക്കെ വേണ്ടിയാണ് ഈ ആധ്യാത്മികമായ വിദ്യാഭ്യാസം. പക്ഷെ നമ്മൾ നിസ്സാര കാര്യം പറഞ്ഞ പിള്ളേരെ വീട്ടിലിരുത്തും. ഞാൻ ഈ പാഠശാല പഠിപ്പിക്കുന്നത് അതുകൊണ്ടറിയാം. കല്യാണം നാട്ടിൽ എവിടെയെല്ലാം ഉണ്ടെങ്കിൽ അന്ന് പിള്ളേരെ വിടുക. വേറെ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ പിള്ളേരെ വിടത്തില്ല. എന്നിട്ട് പറയുമ്പോൾ ഇന്ന് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്തെങ്കിലും ഒഴിവുകഴികൾ പറഞ്ഞ് പിള്ളേരെ വിടാറില്ല. മറ്റേ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് സംഭവം ഉണ്ടെങ്കിലും വിടും. അപ്പം നമുക്കറിയാം അത് പ്രധാനപ്പെട്ടതാണ്, ഇത് പ്രധാനപ്പെട്ടതല്ല എന്നാണ് നമ്മുടെ ഒരു തോന്നൽ അല്ലെ. പക്ഷെ ഇത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ രവിവാര പാഠശാലയിലൊക്കെ വിട്ടിരിക്കണം.
നമ്മൾ ഇപ്പം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ഏതാണ് അറിയാവോ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചെറുപ്പക്കാരി അല്ലെ, ഗ്രീഷ്മ അല്ലെ? കഷായ ഗ്രീഷ്മ. അവളുടെ കേസ് അന്വേഷിച്ചപ്പോഴത്തേന് പോലീസ് IPS ഉദ്യോഗസ്ഥ എന്താ പറഞ്ഞത്? ഗ്രീഷ്മ മിടുക്കി കുട്ടിയാണ്, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണെന്നാണ് പറഞ്ഞത് അല്ലെ? ആയിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ 1ാം സ്ഥാനം മേടിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് അവള് അങ്ങനെ ഒരു വലിയ തെറ്റിലേക്ക് പോയത്? ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേന് അത് കാണുന്ന ഒരു ശക്തി ഉണ്ടെന്ന് അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തില്ല അല്ലെ? അപ്പൊ നമ്മൾ ആധ്യാത്മികമായ അറിവ് വളരെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ശ്രീനാരായണ ഭഗവാൻ ദമ്പതികളെ കുറിച്ച് ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. അറിയാവോ? അവിഛിന്ന പ്രേമപാചവും വർത്തതേ എത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തദതി പാവനം. എന്താണ് മലയാളം അതിൻ്റെ? എവിടെയാണോ നിഷ്കളങ്ക പ്രേമത്തോടെ ദമ്പതികൾ വസിക്കുന്നത് അവിടെ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം ഉണ്ടാകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ പരസ്പരം നിഷ്കളങ്കമായ അവിഛിന്നമായ പ്രേമത്തോടെ എന്ത് ചെയ്യണം? ദമ്പതികൾ വർത്തിക്കണം. ശ്രീനാരായണ ഭഗവാൻ മഹാഋഷിയായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ശ്രീനാരായണ ഗുരുദേവന്റെ ദമ്പതി രൂപം, ദമ്പതി സങ്കല്പമാണ് ഇപ്പൊ പറഞ്ഞ. ദമ്പതി രൂപം എന്തായിരുന്നു ചോദിച്ചാൽ അർദ്ധനാരീശ്വര രൂപമായിരുന്നു. ദമ്പതികൾ ആരെ പോലെ ആയിരിക്കണം? അർദ്ധനാരീശ്വരനെ പോലെ ആയിരിക്കണം. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി ശരീരം ശിവൻ അല്ലെ, പകുതി പാർവതി, പകുതി പുരുഷൻ പകുതി സ്ത്രീ അല്ലെ. അപ്പൊ തന്റെ പ്രാണപ്രിയയെ തന്റെ പാതി ശരീരം കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ശിവഭഗവാന്റെ രൂപമാണ് അങ്ങനെയായിരിക്കണം ദമ്പതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏറ്റവും ആവശ്യമായ, അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് അതില്ലാതെ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് എന്താ? ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. ശ്വാസം വിടുക എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് പോലും ശ്വാസം വിടാതിരുന്നാൽ നമ്മൾ മരിച്ചു. അപ്പൊ ആ ശ്വാസോച്ഛ്വാസത്തിന് പോലും എങ്ങനെയാണ് അർദ്ധനാരീശ്വര രൂപത്തില്? രണ്ടുപേരും വിചാരിക്കണം, രണ്ട് മൂക്കും വിചാരിക്കണ്ടേ അല്ലെ? പുരുഷന്റെ വിചാരിക്കണം, സ്ത്രീയുടെ വിചാരിക്കണം. അതായത് എല്ലാ കാര്യവും എങ്ങനെയായിരിക്കണം? പരസ്പരം അറിഞ്ഞ് യോജിച്ച് പരസ്പരം സഹകരിച്ച് ആയിരിക്കണം ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതല്ല. ചില വീടുകളിൽ ഇപ്പൊ നമ്മൾ മറ്റേ ആൾ അറിയണ്ട എന്നുള്ള രീതിയിൽ പുരുഷനും സ്ത്രീയും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട് അല്ലെ? പക്ഷെ എല്ലാ കാര്യങ്ങളും അന്യോന്യം സംസാരിച്ച് സഹകരിച്ച് അങ്ങനെയുള്ള കുടുംബങ്ങളിലൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മക്കളെ ഏറ്റവും നല്ല ശ്രേയസ്സോടെ നല്ല സ്വഭാവത്തോടെ സ്വഭാവികളൊക്കെ ആയിട്ട് മാറും. തീർച്ചയായിട്ടും അങ്ങനെ ശ്രീനാരായണ ഭഗവാൻ മഹാഋഷിയായ മഹാസന്യാസിയായ ഭഗവാനാണ് നമുക്ക് ദമ്പതികളെ കുറിച്ചുള്ള ഈ സങ്കല്പവും ദമ്പതി രൂപവും പറഞ്ഞു തന്നിരിക്കുന്നത്. അർദ്ധനാരീശ്വരനെ പോലെ ആയിരിക്കണം. എന്നിട്ട് പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മികമായ ഈശ്വര ചിന്ത അവരിൽ വളർത്തിയെടുക്കണം. അതിനാണ് ഞാൻ പറഞ്ഞ ഒരുമിച്ചുള്ള പ്രാർത്ഥനയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുദേവനെ അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് പറ്റണം. ദൈവാനുവാദശാലയൊക്കെ കൃത്യമായിട്ട് പോകുന്ന കുട്ടികൾ, ഞങ്ങളുടെ പഠന കേന്ദ്രത്തിലൊക്കെ ഒരു ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ നല്ല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും അവരുടെ കൃതി ആലാപനം ഒക്കെ കേൾക്കുമ്പോൾ അവരെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പം നമ്മൾ ആ ചെറുപ്പത്തിൽ തൊട്ട് നമ്മളെ അവർ വളർത്തുന്നതിലൂടെ ശീലിപ്പിക്കുന്നതിലൂടെയാണ് അവർക്കത് കൈവരുന്നത്. നമുക്കത് വളരെ ചെറുപ്പത്തിലേക്ക് അത് ഭഗവാനെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഏത് പ്രായത്തിൽ കൊടുക്കണം ഈ അറിവ്? ആധ്യാത്മികമായ അറിവ് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ കൊടുക്കണം. വളരെ ചെറുപ്പത്തിൽ തോന്നി എന്ന് കൊടുക്കണം? ഗർഭത്തിൽ വെച്ച് തന്നെ കൊടുക്കണം. ഇനി ഗർഭത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുന്ന ആ സമയത്തെങ്കിലും നമുക്ക് പറ്റണം. ഗർഭത്തിൽ വെച്ച് തന്നെ കൊടുക്കണം. കാരണം നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, ഗർഭിണികളുടെ ചിന്തയും വിചാരവും ഒക്കെയാണ് എന്ത് ആർക്ക് കിട്ടുന്നത്? കുട്ടിക്ക് കിട്ടുന്നത്. ഒരു കുഞ്ഞിന്റെ ശരിയായ മാനസിക വളർച്ച ഒരു 75% എവിടെ വെച്ച് തന്നെ രൂപീകരിക്കുമെന്നാണ് പറയുന്നത്.
സമയത്ത് നല്ല വിചാരം വേണം, നല്ല ചിന്തകൾ വേണം, നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം, നല്ല കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യണം, പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്ന. അതുപോലെ തന്നെ ഗർഭിണിക്ക് സന്തോഷവതിയായിരിക്കണം എപ്പോൾ എന്നൊക്കെ പറയും. കാരണം കുഞ്ഞ് അതെല്ലാം അമ്മയിൽ നിന്ന് ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഓരോ ഗർഭിണികളും ഒക്കെ എന്താണ്, അവർ എത്രയെത്ര ദുഷിച്ച കാര്യങ്ങളാണ് ഫോണിൽ കൂടിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ കുഞ്ഞിൻ്റെയും എന്താകും, ആ മാനസിക വിചാരങ്ങളെല്ലാം ഇവിടെ കിട്ടും, കുഞ്ഞിലേക്കും അത് പകരും അല്ലെ. അപ്പൊ ശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ട്, പുരാണങ്ങളും അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് പ്രഹ്ലാദന്റെ കഥ അറിയാം അല്ലെ. പ്രഹ്ലാദന്റെ കഥ എന്താണ്? ഹിരണ്യകശിപുവിന്റെ മക്കളിൽ പ്രഹ്ലാദന് മാത്രം എന്തായിരുന്നു? വിഷ്ണുഭക്തി. മറ്റു മക്കൾക്കൊന്നുമില്ല അല്ലെ. അപ്പൊ ഹിരണ്യകശിപുവിന് മഹാവിഷ്ണുവിനോട് ദേഷ്യം എന്തായിരുന്നു? ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ചേട്ടനെ കൊന്നവനാണ് മഹാവിഷ്ണു. അതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. തൻ്റെ രാജ്യത്തെല്ലായിടത്തും പറഞ്ഞു എന്താണ്, ആരും ഓം നാരായണായ നമാത ജപിക്കരുത്, ഞാനാണ് ഈശ്വരൻ, ഓം ഹിരണ്യായ നമ എന്ന് ജപിക്കരുത്. എല്ലാവരും കേട്ടു. കാരണം ജനങ്ങൾക്ക് പേടിയാണല്ലോ, ആ രാജകൽപ്പനയല്ലേ. അതേസമയം സ്വന്തം മകൻ പ്രഹ്ലാദൻ മാത്രം പറഞ്ഞാൽ കേൾക്കത്തില്ല. അവൻ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് പിള്ളേരോട് പറയുന്നതാണ്, എൻ്റെ അച്ഛനൊന്നും അല്ല ഈശ്വരൻ സാക്ഷാൽ ആരാണ്? മഹാവിഷ്ണു നാരായണനാണ്, നിങ്ങളാരും അങ്ങനെ ജപിക്കണ്ടെന്ന് പറയും. അങ്ങനെ അവനെ വഴക്ക് പറഞ്ഞ് നോക്കി, തല്ലി നോക്കി, എല്ലാ ദണ്ഡങ്ങളും ഒക്കെ അവനെ ചെയ്തു. പക്ഷെ എന്താണ്, അവൻ പറഞ്ഞ കേൾക്കത്തില്ല. അങ്ങനെയാണ് നമുക്കറിയാം നരസിംഹാവതാരം. എവിടെയാണ് നിന്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോഴത്തേന് നരസിംഹ അവതാരം. അപ്പൊ ഈ പ്രഹ്ലാദന് വിഷ്ണുഭക്തി എവിടുന്നാണ് കിട്ടുന്നത്? മറ്റു മക്കൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പ്രഹ്ലാദനെ അമ്മ കയാതും ഗർഭിണിയായിരുന്ന സമയത്ത് കുറച്ചു നാൾ നാരദ മഹർഷിയുടെ ആശ്രമത്തില് താമസിക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പൊ നാരദൻ ഇങ്ങനെ കയാതുവിന് മഹാവിഷ്ണുവിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഗർഭത്തിലിരിക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കേട്ടു. അങ്ങനെയാണ് ഇവർ എന്തുണ്ടായത്? മഹാവിഷ്ണുവിനോട് ഭയങ്കരമായ ഭക്തി. മറ്റു മക്കൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ കഥയെ നമുക്കറിയാവുന്നതാണ് അല്ലെ. സുഭദ്രയുടെ മടിയിൽ കിടക്കുന്ന അർജുനന്റെ മടിയിൽ സുഭദ്ര കിടക്കുന്ന സമയത്ത്, ഗർഭവതിയായ സുഭദ്ര വിശ്രമിക്കുന്ന സമയത്താണ് ചക്രവ്യൂഹത്തിലേക്ക് കടക്കുന്ന വഴി പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ സുഭദ്ര ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് തിരിച്ചറിയുന്ന വഴി കേൾക്കാൻ പറ്റുന്നില്ല. അവനെ അതിൽ പെടുത്തി കൗരവര് 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അഭിമന്യു കുമാരനെ വധിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ഗർഭത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഗർഭത്തിൽ വെച്ച് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ധർമാധർമ്മങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി വളർത്തണം. ഗാന്ധാരി കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ 100 മക്കളും കൊല്ലപ്പെട്ടിരിക്കുകയാണ് അല്ലെ, ഒരാളെയെങ്കിലും അവിടുന്നേക്ക് തരാമായിരുന്നില്ലേ, ജീവനോടെ അവശേഷിപ്പിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഭഗവാൻ എന്താ പറയുന്നത്? അച്ഛനും അമ്മയും, അത് അമ്മ നോക്കാത്ത, അച്ഛനും അമ്മയും അമ്മ ശ്രദ്ധിക്കാത്ത, അമ്മ നോക്കാത്ത കുഞ്ഞുങ്ങളെ ഈശ്വരൻ എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുന്നത് അല്ലെ. അവിടെ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും പുത്രവാത്സല്യം നിമിത്തം എന്ത് കുറ്റം ചെയ്തിട്ട് വന്നാലും അത് എന്താണ് പറഞ്ഞു കൊടുത്തിരുന്നില്ല. അപ്പം നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി കുഞ്ഞുങ്ങളെ സ്നേഹം കൊടുത്ത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്നേഹം നൽകി നമ്മൾ നൽകും സ്നേഹം ഈശ്വര ചിന്തയോടുകൂടി പരസ്പരം സ്നേഹിച്ച് കാണിച്ച് വളർത്തിയാൽ ഒരു കുഞ്ഞുങ്ങളും എന്ത് ചെയ്യത്തില്ല? വഴി തെറ്റിപ്പോകത്തില്ല. ഇപ്പൊ ശ്രീനാരായണ ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ദമ്പതി സങ്കല്പം, ദമ്പതി രൂപമൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയും അടുത്തായിട്ട് മനുഷ്യ ജീവിതത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമി, ഒരു കുടുംബസ്ഥൻ അനുവർത്തിക്കേണ്ട പഞ്ചശുദ്ധി, പഞ്ചധർമ്മം എന്നിവയെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നു. പഞ്ചശുദ്ധികൾ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് പഞ്ചശുദ്ധികൾ. നല്ല വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണത്? ഗൃഹശുദ്ധി,
ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി. ഈ പഞ്ചശുദ്ധികൾ ആചരിക്കണമെന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നില്ലേ? ശിവഗിരി തീർത്ഥാടനത്തിനൊക്കെ അനുമതി കൊടുത്ത സന്ദർഭത്തിലൊക്കെ ഈ പഞ്ചശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗൃഹശുദ്ധി ഏതാണ്? ഗൃഹശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ശ്രീനാരായണ ഗുരുദേവന്റെ വീട് എന്ന് പറഞ്ഞ സങ്കല്പത്തില് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീടുകളായിരിക്കണം എന്ന് പറഞ്ഞാൽ വലിയ മണിമാളികയൊന്നുമല്ല, നല്ല കാറ്റും വെളിച്ചവും സൂര്യപ്രകാശവും ഒക്കെ കടക്കുന്ന അകത്തളങ്ങളൊക്കെയുള്ള എന്തായിരിക്കണം? വീട് ആയിരിക്കണം. അത് നല്ല അടുക്കിപ്പെറുക്കി വൃത്തി ഒക്കെ ആയിരിക്കണം. അതിൻ്റെ മുഖമുദ്ര അതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഉള്ള വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഗൃഹശുദ്ധി. അടുത്ത ശരീരശുദ്ധിയാണ്. ശരീരശുദ്ധിയും നമ്മൾ പാലിക്കുന്നുണ്ട്. എന്താണ്? 2 നേരവും കുളിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. കുളിച്ചതിന് ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അലക്കി ഉണങ്ങിയ വസ്ത്രം ധരിക്കുക. വിലപിടിപ്പുള്ളതെന്നല്ല. അതുപോലെ തന്നെ എന്താണ്? പിന്നെ ചെളി അടിഞ്ഞു കൂടുന്ന കണ്ണ്, ചെവി, മൂക്ക്, നഖം തുടങ്ങിയ ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ്? വാക്ശുദ്ധി. വാക്ശുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാം. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകാനും ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും വാക്കിനുകൊണ്ട്. വാക്കിന് ഭയങ്കര ശക്തിയല്ലേ. അടുത്ത നാളിലല്ല ഒരു രാഷ്ട്രീയ വേദിയിലല്ല, ഒരു സെന്റ് ഓഫ് വേദിയിലായിരുന്നു തോന്നുന്നു, ഒരു ആളുടെ വാക്കിന്റെ അല്ലെ ഫലമായിട്ടൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് അല്ലെ. അപ്പൊ നമുക്കറിയാം മരണത്തിലേക്ക് കൊണ്ടുപോകാനും വാക്കുകൾ കൊണ്ടുപോകാനും. മരണക്കിടക്കയിൽ നിന്ന് നല്ല വാക്കുകളൊക്കെ കൊടുത്താൽ എന്താണ്? നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. അഗ്നിയെ പോലെയാണ് വാക്കുകൾ എന്നൊക്കെ പറയും. അപ്പൊ ആ വാക്കുകൾ നല്ല ശുദ്ധമായിരിക്കണം. നല്ല വാക്കുകൾ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഇമ്പമുള്ള വാക്കുകളൊക്കെ നമ്മൾ സംസാരിക്കണം. മാതാപിതാക്കൾ സംസാരിക്കണം. അങ്ങനെയാണ് കുട്ടികൾ അത് കേട്ട് പഠിക്കുന്നതും ഒക്കെ. അപ്പം നല്ല വാക്കുകൾ നമ്മൾ ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം? വീട്ടിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചീത്ത വാക്കുകൾ, ഇപ്പോഴുള്ള പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, വഴക്കൊക്കെ ഉണ്ടാകും, അതെല്ലാം ഇല്ലാതാക്കണം. അതാണ് വാക്ശുദ്ധി. അടുത്തെന്താണ്? മനഃശുദ്ധി. മനഃശുദ്ധിയെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നോ മനഃശുദ്ധിയെ കുറിച്ച് പറഞ്ഞത്? ആരെ പോലെയാണെന്ന് പറഞ്ഞത്? മനസ്സാരെ പോലെയാണെന്ന് പറഞ്ഞത്? ഒരു കുട്ടിക്കുരങ്ങിനെ പോലെയാണെന്ന് പറഞ്ഞത് അല്ലേ. കുട്ടിക്കുരങ്ങെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരത്തേക്ക് വേറൊരു മരത്തേലോട്ട് ചാടി, അവിടുന്ന് വേറൊരു മരത്തേലോട്ട് ചാടി, ഇങ്ങനെ. ഇവിടെ ചിലപ്പോൾ കൊച്ചു പിള്ളേരോട് നമ്മൾ പറയില്ല, അടങ്ങിയിരിക്കാത്ത പിള്ളേരെ നമ്മളെന്ന് പറയും, അയ്യോ ഇവനൊരു കുരങ്ങിനെ പോലെ എന്ന് പറയും. അപ്പൊ എന്താണ്? അതുപോലെ മനസ്സിങ്ങനെ എന്ത് ചെയ്യത്തില്ലാണ്? അങ്ങനെ ചിന്തകളിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ മനസ്സിനെ നമ്മൾ അടക്കണം. ആ മനസ്സിനെ നമ്മൾ നമ്മുടെ പരിധിയിൽ നിർത്തണം. അതിനുള്ള ഉപാധിയും ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു തന്നു. എന്താണ്? പ്രാർത്ഥന. മുമ്പേ പറഞ്ഞില്ലേ, പ്രാർത്ഥനയും ജപവും ഒക്കെയാണ് മനസ്സിനെ പരിധിയിൽ നിർത്താനുള്ള. അതുപോലെ തന്നെ മനസ്സിന്റെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. മനസ്സ് ചിലപ്പോൾ മനസ്സ് പലപ്പോഴും നമ്മളൊരു വേസ്റ്റ് ബാസ്ക്കറ്റിനെ പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്ടില് വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് കാണുമല്ലോ എവിടെയെങ്കിലും അല്ലെ. എൻ്റെ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പേപ്പറും ചരടും അതും ഇതും ഒക്കെ കൊണ്ട് പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ട് വയ്ക്കുന്ന, എന്നിട്ട് നമ്മളത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യും? കളയുകയോ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ വേറെ കുറെ കാര്യങ്ങൾ ഇട്ട് വെക്കുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് പലപ്പോഴും നമ്മുടെ മനസ്സ്. ഏതൊക്കെയാണത്? പ്ലാസ്റ്റിക്കും പേപ്പറും ഒന്നുമല്ല. എന്തൊക്കെയാണ്? അസൂയ, കുശുമ്പ്, പക, വിദ്വേഷം, ശരിയല്ലേ? ഇതെല്ലാം കൂടെ നമ്മളെവിടെ നിറച്ചു വെച്ചിരിക്കുക? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ചൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതാരാ വൃത്തിയാക്കേണ്ടത്? അന്യസംസ്ഥാന തൊഴിലാളികളെ വല്ലതും കിട്ടുമോ? നമ്മൾ തന്നെ വൃത്തിയാക്കണം അല്ലേ. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ കിടക്കാൻ നേരം അടുക്കളയൊക്കെ നമ്മൾ വൃത്തിയാക്കി അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ കിടക്കുന്നത് പോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സും വൃത്തിയാക്കണം. ആന്തരിക ശുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ബാഹ്യമായിട്ടുള്ള ശുദ്ധിയാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാം ഈ ശുദ്ധികൾ പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ മനഃശുദ്ധി, ആന്തരികമായിട്ടുള്ള ശുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെയുള്ള വിദ്വേഷവും പകയും അസൂയയും കുശുമ്പും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലെ. ഇല്ലെന്നൊന്നും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എനിക്കിതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇല്ലാതെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് എനിക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നോ അല്ലേ, എങ്കിൽ എന്ത് ചെയ്യും, നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഞാൻ ചെന്ന് തന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒന്ന് മയപ്പെട്ട് സംസാരിച്ചാൽ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളായിരിക്കും പ്രശ്നം. അതേസമയം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇന്ന് എന്നെ കുറിച്ച് ഇത്ര പറഞ്ഞു, നമ്മൾ കേൾക്കുവാണ്, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കേട്ടോ, അവൾ അല്ലെങ്കിൽ അവൻ ഇന്ന് നമ്മൾ ചെയ്യാത്ത കാര്യം അല്ല എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം കേട്ടു നമ്മളെ കുറിച്ച് നമ്മളെന്തായാലും കിടക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ഇപ്പൊ പറ്റുവാണെങ്കിൽ ചോദിച്ചിട്ട് കിടക്കണം, ഫോണുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെയൊക്കെ ചിലപ്പോൾ സാധിക്കും അല്ലെ, നാളെ നേരം വെളുക്കട്ടെ അല്ലെ, നേരം വെളുക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും, എന്തിന് പറഞ്ഞതിന് ഇങ്ങോട്ട് എത്രയാണോ പറഞ്ഞത് അതിന്റെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കാനായിട്ട്. അതേസമയം നേരിട്ട് കാണുമ്പോൾ ഒന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സ്നേഹത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിദ്വേഷത്തെ നീക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നം വഷളാവത്തേ ഉള്ളൂ അല്ലെ. ബുദ്ധന്റെ ഒരു കഥയുണ്ട്, ശ്രീബുദ്ധ ഭഗവാന്റെ. ബുദ്ധന്റെ അടുത്ത് ഇങ്ങനെ കുറെ ചീത്ത വന്ന് പറയും ഒരു മനുഷ്യൻ, ഒരു ദിവസം ഒത്തിരി ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം ഭഗവാൻ ഇങ്ങനെ ഇരുന്നു, എന്താണ് നമ്മുടെ ഗുരുദേവനെ കുറിച്ച് ആശാൻ പറഞ്ഞിരിക്കുന്ന പോലെ മോദസ്ഥിതനായ വസിക്കവും മല പോലെ എന്ന് പറഞ്ഞത് അല്ലെ. ബുദ്ധൻ അങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞ ചീത്തവാക്കുകളൊക്കെ കേട്ടുകൊണ്ട് എന്ത് ചെയ്തു, വെറുതെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് മടുത്തിട്ടല്ലെന്ന് പോയി, കുറെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിർത്തി തന്നെ പോകും അല്ലെ. ഇപ്പൊ ശിഷ്യ ചോദിക്കുന്നു, ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാൻ ബുദ്ധനോട് ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്, ഭഗവാനെ അവിടുന്നേക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുന്നത്, എത്രമാത്രം അവിടുത്തെ അയാള് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞ മറുപടിയാണ്, നിനക്ക് ഒരാള് 10 രൂപ തന്നിരിക്കട്ടെ, നിനക്കൊരാള് 10 രൂപ തന്നിരിക്കട്ടെ, നീ അത് വാങ്ങുന്നില്ലെങ്കിൽ അത് ആരുടെ കയ്യിലിരിക്കും, അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും അല്ലെ. ഇപ്പൊ അയാള് തന്ന ആ ചീത്ത വാക്കുകളൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല, അത് ആരുടെ തന്നെ ഇരിപ്പാണ്, അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കും കണ്ടോ. അതേസമയം നമ്മളെന്താ ചെയ്തത്, 10 രൂപ നമുക്ക് തന്നാൽ ഞാൻ പറഞ്ഞ ഉദ്ദേശത്തോടെ എടുക്കണം, നെഗറ്റീവായിട്ടുള്ള 10 നമുക്ക് കിട്ടിയാൽ നമ്മളെന്ത് ചെയ്യും, നാളെ നേരം വിളിക്കട്ടെ 50 ഞാൻ തിരിച്ചു കൊടുക്കും അല്ലെ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ കിടക്കാറുണ്ട്. അന്നത്തെ രാത്രി നമുക്ക് ഉറക്കമുണ്ടോ, ഇല്ല അല്ലെ. അതേസമയം നമ്മൾ വിചാരിക്കുക പോട്ടെ, നമ്മൾ ക്ഷമിച്ചൊക്കെ എന്ന് വിചാരിച്ചാലും നമുക്ക് ഉറക്കവും വരും, മനസ്സമാധാനവും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുശുമ്പും പകയും അസൂയയും ഒക്കെ ഇല്ലാതാക്കും. ഹരിനാമകീർത്തനത്തിൽ എഴുതിച്ച പറഞ്ഞിട്ടുണ്ടല്ലോ, മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനം ഇതുകൊണ്ട് വാഴ്ത്തുക. മതവും മാത്സര്യവും കുശുമ്പും അസൂയയും ഒക്കെ നമുക്ക് ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം വേറൊരു വെള്ളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഷഡ്വൈരികൾ എന്ന് പറയുന്നത് ഏതാണ് ഈ നമ്മുടെ ശത്രുക്കൾ. നിങ്ങളോട് ആരോടെങ്കിലും ചോദിക്കാം, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക എന്താ ശത്രുക്കളുണ്ടോ ആരെങ്കിലും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, എന്നാ പറയുന്നത്, എനിക്കാര് ശത്രുക്കളൊന്നും ഇല്ല എന്ന് പറയും അല്ലെ. പക്ഷേ ആര് എവിടെ തന്നെ ഉണ്ട്, പുറത്തല്ല നമ്മുടെ ശത്രുക്കൾ. എവിടെയാണ് നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ശത്രുക്കൾ അല്ലെ. അവിടെയാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം. എൻ്റെ മനസ്സിനെ ആ 6 ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റരുത്. അത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യമൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളും ഒക്കെ അതാണ് മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ. അടുത്തെന്താണ് ഏറ്റവും അവസാനത്തത്, ഇന്ദ്രിയശുദ്ധിയാണ്. ഇന്ദ്രിയശുദ്ധി മുമ്പേ പറയും, മനഃശുദ്ധി പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കിറങ്ങിനെ പോലെ ഇങ്ങനെ അറിഞ്ഞ് അതിനെ ഏറ്റവും ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ജപവും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ മാത്രമാണ്. ഇതിന് ചില പാടാണ്, അതിലും പാടാണ് ഇന്ദ്രിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ. ഇന്ദ്രിയ ശുദ്ധി ഏതാണ് ഇന്ദ്രിയങ്ങൾ, പഞ്ചേന, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്, പിന്നെ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്, കയ്യ്, കാല്, വാക്ക്, ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം, ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഈ 2 അല്ലെങ്കിൽ 10 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള നിയന്ത്രിക്കുക. പക്ഷെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക് ഒക്കെ. എന്താണെന്ന് ചോദിച്ചാൽ കണ്ണ് പറയും എന്താ, ഇങ്ങോട്ട് വാ, നല്ല കാഴ്ചകളുണ്ട് അല്ലെ. ചെവി പറയും നല്ല കേൾവിയുണ്ട്, ഇവിടെ വാ
എന്ന് പറഞ്ഞ് കേൾക്കേണ്ടാടത്തോട്ടാണ് അവിടെ നമ്മളെ പിടിച്ചു വലിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നാവ് പറയും നല്ല രുചിയുണ്ട്, ഇങ്ങോട്ട് ആകും. എന്നിട്ട് നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യുന്നു? വേണ്ടാത്ത ഷുഗറൊക്കെ ഉള്ള ആളാണേലും പാൽപ്പായസമൊക്കെ കയ്യിലോട്ട് കിട്ടുമ്പോൾ എന്താണ്, ഓ വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? കഴിക്കും. പിന്നെ വയറ് കേടാകത്തില്ലെങ്കിൽ പോലും എന്താണ്, ചിലപ്പോൾ ആരോഗ്യത്തെ അത് ബാധിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ഈ കണ്ണും മൂക്കും നാക്കും എല്ലാം നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അവയെ നിയന്ത്രിക്കുക, അതാണ് ഇന്ദ്രിയ ശുദ്ധി. അതിനെ കടിഞ്ഞാണില്ലാത്ത കുതിരയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിനെ കുട്ടിക്കുരങ്ങനോടാണെങ്കിൽ, മരഞ്ചാടിക്കുരങ്ങനോടാണെങ്കിൽ, ഇന്ദ്രിയങ്ങളെ ഏതിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കടിഞ്ഞാണില്ലാത്ത കുതിര. കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന് പറഞ്ഞാൽ കുതിര ഇങ്ങനെ തോന്നുന്ന വഴിക്ക് പാഞ്ഞു കിടക്കും. അതിനാണ് ഒരു കടിഞ്ഞാന്ന് പറയുന്നത്, അതിനെ നിയന്ത്രിക്കാൻ അല്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിച്ച് നിർത്തണം. അല്ലെങ്കിലാണ് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലെ? ഭഗവാൻ തന്നെ ഇപ്പൊ ഞാനിവിടെ അമ്മ ചൊല്ലിയായിരുന്നല്ലോ കോലനീരസ്തവം ചൊല്ലിയില്ല. അതിനകത്ത് ഇന്ദ്രിയ ശുദ്ധി, ഒത്തിരി കൃതികളുടെ ഇന്ദ്രിയ ശുദ്ധിയെ കുറിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. കോലനീരസ്തവത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ആലോചന കൂടാതെ അവധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടെ സന്മതി തോന്നിക്കുകയിക്കൻ കോലത്ത് കരക്കോവിൽ വാഴും പരമേശ്വരൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ലോചനം, ലോചനം എന്താണ്? ലോചനം എന്താ? കണ്ണ്. കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ. കണ്ണ് തൊട്ടാ എപ്പോഴും നമ്മൾ ഇന്ദ്രിയങ്ങൾ പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് എന്താ? കണ്ണ് മൂക്ക് നാക്ക് അങ്ങനെ പറയുന്നത് അല്ലേ? ഇപ്പൊ കണ്ണ് മുതലായ എൻ്റെ ഇന്ദ്രിയങ്ങള് അബദ്ധത്തിലേക്ക് പോയാൽ, അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അബദ്ധം, തെറ്റായ വഴി. തെറ്റായ വഴിക്ക് പോയാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കണേ. ആലോചന ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും തെറ്റായ വഴിക്ക് പോകുമ്പോൾ എങ്ങനെ എന്തില്ലാതിരിക്കുമ്പോഴാ? ആലോചിക്കാതെ, നമ്മൾ വേണ്ടാതെ നമ്മൾ ഒരു തെറ്റായ ഒരു വഴിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം അല്ലെ? എന്താ ആലോചിക്കേണ്ടത്? അയ്യോ, ഇങ്ങനെ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ അല്ലെ? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകുമോ? എൻ്റെ നാടിന് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകുമോ? നാട്ടുകാർക്ക് ചീത്തപ്പേരുണ്ടാകുമോ ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ല. അപ്പൊ ആലോചന ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ചീത്ത മാർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ചീത്ത മാർഗത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആ ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിമിഷം തന്നെ എനിക്ക് സന്മതി തോന്നിക്കണേ. സന്മതി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ബുദ്ധി തോന്നിക്കണേ. ഒത്തിരി പോയി തെറ്റായ വഴിക്കൊക്കെ പോയിട്ട് നല്ല ആ നിമിഷം തന്നെ. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ചെറുപ്പത്തിലേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? കൃതികളൊക്കെ പഠിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ അർത്ഥമൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും ഇത് കുഞ്ഞിനെ ചൊല്ലി പഠിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവൻ ചോദിക്കും, അമ്മ എന്താ ഇതിന്റെ അർത്ഥം? അല്ല, അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവനൊരു തെറ്റായ ഒരു കാര്യത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേ അവൻ എന്ത് വിചാരിക്കും? അയ്യോ, അമ്മ എന്നെ രാവിലെ എന്നും ഈ ശ്ലോകം ചൊല്ലിപ്പിക്കുന്നതല്ലേ, ഗുരുദേവന്റെ മന്ത്രം എന്നും ഇത് ചൊല്ലുന്നതല്ലേ, ഞാൻ എന്താണ് ആലോചനയില്ലാതെ അബദ്ധത്തിലേക്ക് പോകാൻ ഒരുങ്ങിയാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കണേ, അവൻ വഴിതെറ്റി പോകത്തില്ല. അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? അടുത്തത് ഇത് ജ്ഞാനേന്ദ്രിയങ്ങളാണെങ്കിൽ അടുത്തത് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഞാനൊരു തെറ്റിലേക്ക് പോകരുത്. ഏതാണ് ആ കർമ്മേന്ദ്രിയങ്ങൾ? കൈ കാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞ വിവേകാൽ വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കുക വേണം. കണ്ടോ, അവിടെ എന്താ പറയുന്നത്? വയ്യാത്തതൊന്നും ഞാൻ ചെയ്യരുതേ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? അവിവേകാൽ. മുമ്പേ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആലോചനയില്ലാതെ. ഉണ്ടോ? ആലോചനയില്ലായ്മയും അവിവേകവും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേണ്ടാത്തത് ചെയ്യുന്നത്. അതിലേക്കൊക്കെ പോകാൻ ഒരുങ്ങിയാൽ അതിന് ഉടനെ തന്നെ എനിക്ക് നല്ല ബുദ്ധി, നേരായ വഴി കാണിച്ചു തരണേ എന്നാണ്, എനിക്ക് സന്മതി തോന്നിക്കണേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്.
ആത്മോപദേശ ചക്രത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട് എന്താണ്, പണം 5 മുണ്ട് നാറും നൽകയിലേറി നയന മാറിയാടും കിളികളെ 5 മണിന് കിളിമറിച്ചു. അവിടെയും എന്താണ്, ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞ ഗുരുദേവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കിളികളെ 5 മണിന് കിളിമറിക്കാനാണ്. ഒളി മുതലാം പണം 5 മുണ്ട് നാറും നളികയിലേറി നയന മാറിയാടും കിളികളെ. ആ കിളികൾ ഏതാണ് ഇവിടെ? പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇങ്ങനെ പല കൃതികളിലും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത. അതാണ് ഇന്ദ്രിയ ശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശുദ്ധികൾ, ഇപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ പറയും, മഹാത്മാഗാന്ധി സ്വന്തമായിട്ടൊന്നും സൂക്ഷിച്ചു വെക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു 3 വാനര പ്രതിമകളുണ്ടായിരുന്നു, 3 കൊരങ്ങന്മാരുടെ പ്രതിമകൾ. ഒന്ന് കണ്ണ് പൊത്തിയിരിക്കുന്നത്, ഒന്ന് ചെവി പൊത്തിയിരിക്കുന്നത്, ഒന്ന് വായു പൊത്തി ഇരിക്കുന്നത്. എന്താണ് അതിനൊക്കെ മനസ്സിലാക്കേണ്ടത്? കാണേണ്ടത് കണ്ടാൽ മതി, കേൾക്കേണ്ടത് കേട്ടാൽ മതി. കാണരുതാത്തത് കാണരുത്, കേൾക്കരുതാത്തത് കേൾക്കരുത്, പറയരുതാത്തത് പറയരുത്. പക്ഷെ നമുക്കെന്താ താല്പര്യം? കാണരുതാത്തത് എന്തുണ്ടോ ചെയ്യോ അത് കാണണം, കേൾക്കരുതാത്തത് എന്തുണ്ടോ അത് കേൾക്കണം, പറയരുതാത്തത് എന്തുണ്ടോ അത് പറയണം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സമാധാനത്തിന്റെ താക്കോൽ ആരുടെയാണ് ഇരിക്കുന്നത്? എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ഇതിൽ ചെന്നപ്പെടും. പിന്നെ കരച്ചിലായി പൂച്ചയായി ഭഗവാനെ പഴിക്കും. അയ്യോ, എനിക്ക് അന്നേരം ഒന്നും തോന്നിപ്പിച്ചില്ലല്ലോ എൻ്റെ മനസ്സിൽ. പക്ഷെ തോന്നിപ്പിച്ചതൊക്കെയാണ് അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വേണ്ടാത്തത് ചെയ്യും. അപ്പൊ നമ്മുടെ പഞ്ചശുദ്ധികൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത്? ഗൃഹശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി അല്ലേ? ഇതാണ് ഒരു ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ട പഞ്ചശുദ്ധികൾ. ഇനി അടുത്ത ഒരു ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ട പഞ്ചധർമ്മങ്ങൾ ഏതൊക്കെയാണെന്നറിയാമല്ലോ? ഏതൊക്കെയാണ്? അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഈ 5 ധർമ്മങ്ങൾ ഒരു ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിച്ചിരിക്കണം. ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ ആരാണ്? കുടുംബജീവിതം നയിക്കുന്നവർ, ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന നമ്മളൊക്കെ ഇപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലാണ് അല്ലെ. അപ്പൊ നമ്മൾ അനുഷ്ഠിക്കേണ്ട പഞ്ചധർമ്മമാണ് അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. അഹിംസയ്ക്കാണ് കൂടുതൽ ഗുരുദേവൻ പ്രാധാന്യം കൊടുത്തത്. ഒന്നാമത്തെ അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിംസ എന്നുള്ള വാക്ക് കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അഹിംസ എന്ന് പറയുമ്പോൾ കൊല്ലരുത്. കൊല്ലരുതെന്നുള്ള അർത്ഥമല്ല അതിനകത്ത്. കൃത്യമായിട്ട് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനസ്സാ വാചാ കർമ്മണ, നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ മറ്റൊരു പ്രാണിയുടെയും, മനുഷ്യന്റെ മാത്രമല്ല ഒരു ജീവിയുടെയും എന്തിനെയൊക്കെ? മനസ്സിനെയോ പ്രാണനെയോ ശരീരത്തെയോ ഉപദ്രവിക്കുക പോലും ചെയ്യരുത്. അതാണ് എന്താ അഹിംസ എന്ന് പറയുന്ന ധർമ്മത്തിൽ. നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ഈ ധർമ്മം പാലിക്കുന്നുണ്ടോ? ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? അതാണ് അഹിംസ ധർമ്മം എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് സത്യമാണ്. സത്യമാണ്. സത്യം എന്താണ്? സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. സത്യസന്ധനായിരിക്കണം, നമ്മളെപ്പോഴും പറയുന്നത് അല്ലെ. സത്യസന്ധന. ഒരു ഗൃഹസ്ഥാശ്രമി എന്തായിരിക്കണം? സത്യസന്ധനായിരിക്കണം. കള്ളത്തരൊന്നും പാടില്ല. കള്ളത്തരും ചതിയും വഞ്ചനയും ആരോടും, പ്രത്യേകിച്ച് ആരോടാ? പങ്കാളിയോട് അല്ലെ. അപ്പം ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ഒന്നും ആരോടും പാടില്ല. ആരോടും, ലോകത്തിൽ ആരോടും എന്താണ് പാടില്ല? സത്യം ചെയ്യാം, അസത്യം ചെയ്യരുത്. അല്ലെ സത്യസന്ധനായിരിക്കണം. സത്യസന്ധതയ്ക്കാലോ ഗുരുദേവൻ തന്നെ സദാചാരം എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നുണ്ടല്ലോ, സത്യവും ധർമ്മവും വേണം, ആയുസ്ത നിൽക്കുകയില്ലാർക്കും ഓർക്കുക അല്ലെ. എഴുത്തച്ഛൻ മഹാഭാരത കിളിപ്പാട്ടിനൊക്കെ പറയുന്നുണ്ട്, സത്യധർമാദികൾ വെടിഞ്ഞേടിനും പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം.
ശകുന്തള പറയുന്നതാണ് ദുഷ്യന്തനോട്. ശകുന്തളോപാഖ്യാനത്തിൽ പറയുന്നതാണ്. ശകുന്തളയ്ക്കുണ്ടായ ഇതൊക്കെ അറിഞ്ഞാമല്ലോ ജീവിതത്തിൽ, അല്ലേ? അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ദുഷ്യന്തൻ കൈമലർത്തുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ശകുന്തള ദുഷ്യന്തനോട് പറയുന്നതാണ്, സത്യധർമാദികൾ വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധന സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കണം. സത്യവും ധർമ്മവും ജീവിതത്തിലില്ലാത്ത പുരുഷൻ നല്ല അർത്ഥം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെ കഴിഞ്ഞും ആരാണെന്ന് പറഞ്ഞ് സത്യവും ധർമ്മവും ഒക്കെ ജീവിതത്തിലില്ലാത്ത സ്ത്രീകളാണെന്ന് നിത്യം നമുക്ക് പത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാം, അല്ലെ? അപ്പൊ സത്യവും ധർമ്മവും ജീവിതത്തിലില്ലാത്ത മനുഷ്യനെ എന്താണ്, ക്രുദ്ധനായ സർപ്പത്തെക്കാൾ പേടിക്കണമെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ക്രുദ്ധനായ സർപ്പം എന്ന് പറഞ്ഞാൽ സർപ്പം ആരാണ്? പാമ്പ്, അല്ലെ? പാമ്പിനെ നമുക്ക് പേടിയാണ്. ക്രുദ്ധനായ സർപ്പം എന്ന് പറഞ്ഞാലോ നോവിച്ച് വിട്ട പാമ്പെന്ന് പറയും. നോവിച്ച് വിട്ട പാമ്പ്. നോവിച്ച് വിട്ട പാമ്പെന്ന് പറഞ്ഞാലോ സാധാരണ പാമ്പ് തന്നെ നമുക്ക് പേടിയാണ്. നോവിച്ച് വിട്ട പാമ്പോ നമ്മൾ പറയും, അയ്യോ കുറെ നാൾ കഴിഞ്ഞാലും അത് ഒന്ന് പ്രതികാരം ചെയ്യും. നമ്മള് മനുഷ്യരോട് തന്നെ പറയത്തില്ല ചിലപ്പം, ആ നീ പാമ്പിനെയാണ് നോവിച്ച് വിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയും. അതിന്റെ എന്താണ്, എന്തെങ്കിലും ഇതിന്റെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോവിച്ച് വിട്ട പാമ്പിനെ കഴിഞ്ഞും പേടിക്കേണ്ടത് എഴുത്തച്ഛൻ പറയുവാണ്, സത്യവും ധർമ്മവും ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യരെയാണ്. ശരിയല്ലേ? അല്ലെ? നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പാടില്ലാത്ത സത്യവും ധർമ്മവും ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യരെ. ഇപ്പൊ നേരത്തെ പാമ്പിനെ കൊണ്ട് ഭാര്യയെ കടിപ്പിച്ചു കൊന്ന ഒരു കഥ നമുക്ക് കഥയല്ലോ, സംഭവമല്ല, അല്ലെ? സൂരജ് മുദ്ര എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടി ശരിക്കും പാമ്പിനെയായിരുന്നു പേടിക്കേണ്ടത്, ആ ഭർത്താവായ സൂരജിനെയായിരുന്നോ? ഭർത്താവിനെയായിരുന്നു, അല്ലെ? സത്യവും ധർമ്മവും ജീവിതത്തിൽ ഇല്ലാത്ത ആ ചെറുപ്പക്കാരൻ ഭാര്യയാണ്, തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് വിചാരിക്കാതെ ആ കുടില കർമ്മം ചെയ്യുന്ന അവനെല്ലായിരുന്നു ശരിക്കും ആ പെൺകുട്ടി പേടിക്കേണ്ടത്. സത്യവും ധർമ്മവും ജീവിതത്തിലില്ലാത്ത മനുഷ്യനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കണം. കുറച്ച് നാൾ മുമ്പാണ് ഇടുക്കിയിലൊരു പഞ്ചായത്ത് മെമ്പർ കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിന്റെ സ്കൂട്ടറിനകത്ത് എന്ത് ചെയ്തു, കഞ്ചാവ് ഒളിപ്പിച്ച് വെച്ചു, അല്ലെ? പാവം ഭർത്താവ് ജീവിച്ചോട്ടെന്ന് വിചാരിച്ചാൽ പോരുന്നു, അവൾക്ക് പോയാൽ പോരുന്നല്ലോ, അല്ലെ? പക്ഷെ എന്താണ് അവള് വിചാരിച്ചത്? അവൾക്ക് കാമുകനോട് ജീവിക്കുകയും വേണം. ഈ പാവം പിടിച്ച മനുഷ്യൻ എവിടെ പോയി കിടക്കണം? ജയിലിൽ പോയി കിടക്കണം. എന്നിട്ട് പോലീസ് പിടിച്ചു. പിന്നെ സത്യാവസ്ഥ വന്നു, അല്ലെ? അപ്പൊ സത്യവും ധർമ്മവും ജീവിതത്തിൽ ഉണ്ടോ എന്തെങ്കിലും ആ സ്ത്രീയുടെ ജീവിതത്തില്? ശരിക്കും ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പേടിക്കേണ്ടത് ഇങ്ങനെയുള്ളവരെയല്ലേ, അല്ലെ? അതുകൊണ്ടാണ് രണ്ടാമത്തെ ധർമ്മമായിട്ട് ഗുരുദേവൻ പറയുന്നു, സത്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആദ്യത്തെ എന്തായിരുന്നു? അഹിംസ. രണ്ടാമത്തെ എന്താണ്? സത്യം. മൂന്നാമത്തേത് അസ്തേയം. അസ്തേയം എന്താണ്? അസ്തേയം എന്ന് പറഞ്ഞാൽ മോഷണമില്ലായ്മ. മോഷണം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ആരുടെയെങ്കിലും ധനം അങ്ങനെയുള്ളത് മോഷ്ടിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്യന്റെ അന്യന്റെ മുതലെന്നല്ല, ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്. പക്ഷെ നമുക്കെന്താണ്, അതായത് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സമാധാനക്കേടിന്റെ ഒരു കാരണം എന്താണ്? നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? നമുക്കുള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകത്തില്ല, സമാധാനം. ഇത് നമുക്ക് എന്താണ്, വേറെ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോഴോ നമുക്ക് അത് വേണം. അപ്പൊ നമ്മുടെ സമാധാനം ഇല്ലാതെ വീഴും. നമ്മൾ അതിന് വേണ്ടി പൈസ ഉണ്ടാക്കണം എന്നിട്ട് അപ്പോഴാണ് വേറൊരു കൂട്ടരെ വേറെ എന്തെങ്കിലും കാണിക്കുന്നത്. അപ്പൊ നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഈശാവാസ്യോപനിഷത്തിൽ ഗുരുദേവൻ എന്താ പറയുന്നത്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. നമ്മൾ മറ്റൊരാളുടെ നമുക്ക് പക്ഷെ ആർത്തിയാണ്, അല്ലെ? നമുക്ക് എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ. ആശയായുള്ള പാശമണിഞ്ഞിരുന്ന് വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? പൂന്താന ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. ആശയാണ് എല്ലാത്തിനും കാരണം എന്നാര് പറഞ്ഞിട്ടുണ്ട്? ശ്രീബുദ്ധ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹമാണ് എല്ലാത്തിനും കാരണം. അപ്പം ഉദാഹരണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനപ്പാനയില് 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം. നമുക്ക് 10 കിട്ടിയാൽ എന്താ വിചാരിക്കുന്നത്? അയ്യോ 100. ഇപ്പൊ തന്നെ ഇവിടെ നമുക്ക് ആർക്കെങ്കിലും ഒരു 10 ലക്ഷത്തിന്റെ ഒരു ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചു. അപ്പം കൂട്ടുകാരെങ്കിലും അത് പറയാം, ഭാഗ്യവാനാണല്ലോടാ
എന്ന് വിചാരിച്ചെങ്കിൽ ഓണം പേപ്പർ എടുക്കേണ്ടതായിരുന്നു 3 കോടി എന്നൊക്കെ. അപ്പോഴേ നമുക്കൊരു ഇച്ഛാപ്പങ്ങ എന്താ 10 ലക്ഷം വെറുതെ കിട്ടിയത്. പക്ഷെ അന്നേരം എന്താ വിചാരിക്കുന്നത്, 1 കോടി എടുക്കേണ്ടതായിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും എന്ത് ചെയ്യത്തില്ല, മതിയാവത്തില്ല. വിശാഖഷഷ്ടിക്കകത്ത് ഗുരുദേവൻ പറയുന്നുണ്ട് തന്നെ, ലക്ഷം ധനിക്ക് ദശലക്ഷത്തിലാശ. ലക്ഷം തന്നെ ഉള്ളവര് 10 ലക്ഷത്തിലാശ, ദശലക്ഷം ഉള്ളവനോ അതിലും ഉയർന്ന ആശകൾ എന്ന് പറഞ്ഞ് ഗുരുദേവൻ വിശാഖഷഷ്ടി. ഇതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒന്നിലും നമുക്ക് എന്തില്ല, ഒരു തൃപ്തിയില്ല അല്ലേ. ടോൾസ്റ്റോയുടെ ഒരു കഥ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ പലരും. ഇപ്പോൾ ഒരു പ്രഭു ഇങ്ങനെ വളരെ വില കുറച്ച് ഭൂമി വിൽക്കുന്നു എന്നറിയുന്നു ഒരാൾ ആർത്തിക്കാരനാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, അയാൾക്കുള്ളത് വിറ്റിട്ട് അവിടേക്ക് ചെയ്തു. കാരണം അവിടെ വളരെ നിസ്സാര വിലയ്ക്കാണ് കൊടുക്കുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും കഥ. അവിടെ ചെന്നപ്പോൾ ഈ പ്രഭു എന്ത് പറഞ്ഞു, ശരി നാളെ വാ, നാളെ രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞു. 6 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 6 വരെ എന്ത് ചെയ്യണം, നടന്നിട്ട് അത്ര ദൂരം നടക്കുന്നോ അത്ര സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണ്, പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ വന്നു നടക്കാൻ തുടങ്ങി. നടത്തം പിന്നെ എന്തായി മാറി, ഓട്ടമായി മാറി അല്ലെ. കുറച്ച് കഴിഞ്ഞ് ദാഹിച്ചു. വെള്ളം കുടിക്കോ ഇല്ല. കാരണം എന്താ, വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അത്ര സെക്കൻഡുകൾ അല്ലെങ്കിൽ അത്രയും മിനിറ്റ് പോകും. അപ്പം അത്ര സ്ഥലം കുറയും. പിന്നെ ആഹാരം വിശന്നു, ഭക്ഷണം കഴിക്കത്തില്ല. അങ്ങനെ ഓടി വൈകുന്നേരം 6 വരെയായിരുന്നു നടക്കാനുള്ള സമയം. ഒരു 3 മണിയായപ്പോൾ തന്നെ സംഗതി അല്ലെ ക്ലോസ്. അപ്പൊ ഈ പ്രഭു വന്ന് ചോദിക്കുന്നുണ്ട് പരിചാരകനോട്, ഇയാൾക്ക് എത്ര അടി സ്ഥലം വേണം, അപ്പം അവര് പറയുന്നു, എന്താ പറയുന്നത്, അയാൾക്ക് 6 അടി മണ്ണ് മതി അല്ലെ. ഇതാണ് നമ്മുടെ ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര കിട്ടിയാലും നമുക്ക് മതിയാകത്തില്ല. അത് നമ്മുടെ ഒരു സമാധാനത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതാണ് 3-ാമത്തെ എന്താണ്, അസ്ഥേയം, മോഷണമില്ലായ്മ. ഗുരുദേവൻ പറയുന്നുണ്ട്, മോഷണം എന്ന അധർമ്മത്താൽ നീചനായ ഒരുവനെ സജ്ജനങ്ങൾ പേപ്പട്ടി എന്ന പോലെ വർജിക്കുന്നു. മോഷണം എന്നുള്ളൊരു പേര് വീണ് കഴിഞ്ഞാൽ പിന്നെ തലമുറയായിട്ട് നടക്കണം അല്ലെ. എത്ര നാൾ കഴിഞ്ഞാലും അത് മായത്തില്ല. മക്കൾ നല്ലവരായാലും നമ്മളൊരു വഴി വെച്ച് ചെന്നാലും ഇല്ല കള്ളം കുട്ടിയായിരിക്കും പിന്നെ പേര് പറയുന്നത് അല്ലെ. അപ്പം അത് ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, അഹിംസ, സത്യം, അസ്ഥേയം. അടുത്ത അവ്യഭിചാരം. ഒരു ഗൃഹസ്ഥാശ്രമി വ്യഭിചരിക്കരുത്. വ്യഭിചാരത്തിന് ഗുരുദേവൻ കൃത്യമായ നിർവചനം കൊടുക്കുന്നുണ്ട്. എന്താണ്, നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന ഇണയെ അല്ലാതെ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെയോ വേണ്ടാത്ത ഉദ്ദേശത്തോടുകൂടി, മോശം ലക്ഷ്യത്തോടുകൂടി ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെയോ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെയോ നോക്കുന്നത് പോലും വ്യഭിചാരത്തിൽ പെടുന്നു. എന്നിട്ട് അതിൻ്റെ അധർമ്മത്തിൻ്റെ ഫലവും പറയുന്നുണ്ട്. ഒരുവന്റെ സ്ഥാനം, മാനം, കുലം, ധനം, ആചാരം, ജ്ഞാനം, പ്രാണൻ ഇവയ്ക്കെല്ലാം അകാല നാശം സംഭവിക്കും. എത്ര കഥകളാണ് നമ്മൾ നിത്യേന പത്രത്തിൽ നോക്കാം. പ്രാണൻ നഷ്ടപ്പെടുന്ന ആൺസുഹൃത്ത് പിടിയിൽ, പെൺസുഹൃത്ത് പിടിയിൽ അല്ലെ, അല്ലെങ്കിൽ കൊലപാതകം, ആത്മഹത്യ, ഇതൊക്കെയാണ് ഇതിന്റെ ഫലമെന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പല്ലേ ഒരു ഉദ്യോഗസ്ഥൻ, വളരെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒരാളുടെ ഒക്കെ ലീലാവിലാസങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു, മറ്റേയാൾ വേറൊരു പുസ്തകം എഴുതുന്നു. എന്നിട്ട് ഈ പുസ്തകം എല്ലാം വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതാണ് അവരുടെ സ്ഥാനം ഒക്കെ നോക്കാതെയാണ്. സ്ഥാനത്തിനും മാനത്തിനും കുലത്തിനും ജ്ഞാനത്തിനും പ്രാണനും ഒക്കെ തന്നെ അപകടം സംഭവിക്കുന്ന മനസ്സമാധാനം. അപ്പം ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു നല്ല സന്തോഷം തരുന്നതായിരിക്കും. അപ്പൊ ആ സന്തോഷത്തിന്റെ ആത്യന്തികമായ ഫലം എന്താണ്, പിന്നെ ദുഃഖവും കുറ്റബോധവും ഒക്കെയാണ്. നമ്മുടെ കുടുംബ ജീവിതമൊക്കെ തകരുന്നതിനൊക്കെ കാരണമാകും. അപ്പൊ നമ്മൾ തന്നെ അറിയാം, നമുക്ക് സമാധാനമാണ് വേണ്ടത് അല്ലെ. സന്തോഷത്തേക്കാൾ ഉപരി നമുക്ക് സമാധാനമാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ മക്കളുടെയൊക്കെ നല്ല ജീവിതത്തിൽ അല്ലെങ്കിൽ അവരെയൊക്കെ വഴിതെറ്റിക്കാനും ഒക്കെ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ സാധിക്കും. മാതാപിതാക്കളുടെ ഈ സന്മാർഗ ഭ്രംശമൊക്കെ. അപ്പം അതിലേക്കൊന്നും പോകരുത്. അതാണ് എന്താണ് അവ്യഭിചാരം. അടുത്തത് എന്തായിരുന്നു, മദ്യവർജനം.
അത് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് തീരാത്തൊരു വിഷയമാണ്. ഗുരുദേവന്റെ മദ്യത്തെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പ്രസിദ്ധമായ വചനങ്ങളുമൊക്കെ നമുക്കറിയാം. മദ്യപാനിയെ ഗുരുദേവൻ പറയുന്നുണ്ട്, അവൻ മദ്യപാനിയെ, ഒരുവൻ മദ്യപാനിയാണെങ്കിൽ അവനെ അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ എന്ന് വേണ്ട ഈശ്വരൻ പോലും വെറുക്കുന്നു. അതുപോലെ തന്നെ മദ്യത്തിന് വാങ്ങാൻ പണം വേണം, അതുപോലെ ചികിത്സിക്കാൻ പണം വേണം. അതിൻ്റെ ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കുപ്പിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ആരോഗ്യത്തിന് ഹാനികരെന്നൊക്കെ. പക്ഷെ നമുക്ക് ഇന്ന് എന്തൊരു ഫങ്ഷൻ, എന്താണ് പരിപാടി, അത് ജനനമാകട്ടെ മരണമാകട്ടെ എന്താണെങ്കിലും എന്താണ് കുടുംബയോഗങ്ങളിൽ പോലും, ഇന്നലെ ഞങ്ങളൊക്കെ പറഞ്ഞു, കുടുംബയോഗങ്ങളിൽ പോലും ഈ പാചകമൊക്കെ ചെയ്തൊക്കെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നൊക്കെ കുപ്പി കൊടുക്കുന്ന ഏർപ്പാടുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള കുടുംബയോഗങ്ങളുണ്ട്. ഗുരുദേവന്റെ പഞ്ചധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് മദ്യവർജനം. അതിൽ കേരളം ഗുരുദേവന്റെ കാലത്ത് നമുക്കറിയാം, കഞ്ചാവ്, കറുപ്പ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് അതിൻ്റെയൊക്കെ എത്രയോ ഉപരിയായിട്ട് എത്രയോ വലിയ MDMA, രാസലഹരി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്ത പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. കേരളം ഇതിൻ്റെ ഒരു വളരെ അടുത്ത് ലഹരി വ്യാപന കേന്ദ്രമാണ്. കുട്ടികളെയൊക്കെ അതിന് ഉപയോഗിക്കുന്നു, കുഞ്ഞുങ്ങളെല്ലാം അതിലേക്ക് പോകുന്നു. നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിച്ച് നിർത്തണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു വിപത്തായിട്ട് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവരെ നമുക്ക് നമ്മുടെ കരുത്തും നമ്മുടെ യുവജനങ്ങളുടെ ധൈര്യവും കരുത്തും ആരോഗ്യവും ജീവനും എല്ലാം നശിപ്പിക്കുന്ന, നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന വലിയൊരു വിപത്തായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം നമുക്ക് തന്നത്. അന്ന് ഗുരുദേവൻ പറഞ്ഞ പഞ്ചധർമ്മത്തിലെ അവസാനത്തേതായത് മദ്യവർജനം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ 5 ധർമ്മങ്ങൾ പറഞ്ഞ ഏതൊക്കെയാണ്? അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കേൾക്കാനായിട്ട് ആരായിരുന്നു വരേണ്ടത്? യുവതലമുറ വരണം. അവരാണ് അടുത്ത ഗൃഹസ്ഥന്മാരും കുടുംബനാഥന്മാരാകേണ്ട. അവരെന്തൊക്കെ ശുദ്ധികൾ അനുഷ്ഠിക്കണം. നിങ്ങൾ കേൾക്കാൻ പാടില്ലെന്നുള്ളതല്ല, നമുക്ക് ഏത് പ്രായത്തിലും കേൾക്കാം, പക്ഷെ ചെറുപ്പക്കാർ കേൾക്കണം. എങ്കിലേ പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകത്തുള്ളൂ. അവരുടെ ഇടയിൽ ഉണ്ടായാലേ നമുക്ക് പരിവർത്തനം. അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ എത്രയോ നമ്മൾ കേൾക്കുന്നു, മാറ്റം ഉണ്ടാകാത്തത് നമ്മുടെ യുവജനങ്ങൾ കേൾക്കുന്നില്ല. അവരെ കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഗർഭത്തിൽ വെച്ച് തുടങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഗർഭത്തിൽ വെച്ചൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണിയുടെ അമ്മ ചോദിച്ചു, ടീച്ചർ ഏത് കൃതിയാണ് അവള് ചൊല്ലേണ്ടത്? ഗുരുദേവന്റെ കൃതികളൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന ഞാൻ പറഞ്ഞു, ഏത് കൃതി വേണം? പിണ്ടനന്ദിയാണോ ചൊല്ലേണ്ടത് ഇങ്ങോട്ട് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഗുരുദേവന്റെ ഏത് കൃതി വേണമെങ്കിലും ചൊല്ലിക്കോ, എല്ലാം മന്ത്രങ്ങളാണ്. പിന്നെ പിണ്ടനന്ദി ചൊല്ലണമെന്ന് പറയും അല്ലേ. കാരണം ഒരു പിണ്ടം തന്നെ 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഒക്കെ കാത്ത് പരിപാലിക്കുന്ന ആ സർവേശ്വരന് നന്ദി പറയുന്ന കൃതിയാണല്ലോ പിണ്ടനന്ദി. അപ്പൊ അത് പ്രാർത്ഥിച്ചോളൂ, എല്ലാം പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. പിണ്ടനന്ദി പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഗർഭിണികളൊക്കെ ആർക്കെങ്കിലും അറിയാവോ പിണ്ടനന്ദി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതിന് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഗർഭത്തിൽ വെച്ച് ഭഗവാന് തുടങ്ങും അല്ലേ. പിന്നെന്തുണ്ടല്ലോ, എന്തള്ളയകമേ ചുമടായി കിടത്തി വെന്ത് ഉള്ളഴിഞ്ഞ് വെറുതെ നെടുവീർപ്പമിട്ട് നൊന്തിഞ്ഞു പറ്റി നരി പോലെ കിടന്നു കൂവുന്ന എന്താമതിങ്ങ് അടിയനൊന്നരുളിയിട് ശംഭോ. അപ്പൊ ഗർഭത്തിൽ വെച്ച് തന്നെ അവ കേൾക്കുവാണ്. എന്താണ് കേൾക്കുന്നത്? എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി അല്ലേ. ഒരു ചുമടെന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ചുമട് നമ്മുടെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ കഴിക്കും, നമ്മൾ എവിടെയെങ്കിലും വെക്കും, അല്ലെ നമ്മൾ കൈ മാറും, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല നീ പിടിക്കെന്ന് പറഞ്ഞ് വേറൊരാളേലോട്ട് കൊടുക്കും അല്ലെ. അപ്പം ഇങ്ങനെയൊക്കെ. പക്ഷെ ഒരു അമ്മ 9 മാസവും ഇത്രയും നാളുകൾ ഒരു അയാസവും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ദുഃഖവും ഇല്ലാതെ, ഒരു സന്തോഷഭരിതയായി ആ ചുമടെടുക്കുന്ന ആ കഥയൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ കേൾക്കുകയാണ്. എൻ തള്ള
അകമേ ചുമടായി കിടത്തി വെന്ത് എന്തെല്ലാം വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ആയിട്ടാണ് ആ സമയത്ത് ഒരു ഗർഭിണി കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ വെന്ത് ഉള്ളടിഞ്ഞ് വെറുതെ നെടുവീർപ്പമിട്ട് നൊന്തിങ്ങി പറ്റും. ഇതൊക്കെ കേൾക്കുന്ന ഒരു കുട്ടി അവൻ 10-18 വയസ്സാകുമ്പോഴേ അമ്മയുടെ നേരെ കൈ പോകുന്നൊന്നുമില്ല. അവൻ കേൾക്കുന്ന എന്താണ്? ഗർഭത്തിൽ വെച്ച് തന്നെ ഇതാണ് അവൻ കേൾക്കുന്നത് അല്ലേ. അപ്പൊ ഗർഭിണികള് ഗുരുദേവന്റെ കൃതികള് പിണ്ടനന്ദിയൊക്കെ ചൊല്ലണം. അപ്പൊ നമ്മള് കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്താ പറഞ്ഞേ, നമ്മളെ പരസ്പരം സ്നേഹിച്ച് കുഞ്ഞുങ്ങളെ സ്നേഹം പകർന്നു കൊടുത്ത് അവരിൽ ഈശ്വര ചിന്ത ഉണർത്തി അവരിൽ ഗുരുദേവനെ വളരെ ചെറുപ്പത്തിലെ എന്ത് ചെയ്യണം? ഗുരുദേവനെ അവരുടെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കണം. പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും ഒക്കെ നമ്മൾ ആചരിച്ച് അവരിലേക്ക് പകർന്നു കൊടുക്കണം. അടുത്ത് ഒരു പഞ്ചയജ്ഞവും കൂടി ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ അനുഷ്ഠിക്കേണ്ട. അത് 5 മിനിറ്റേ ഉള്ളൂ. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. കാരണം 12:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പം വിശപ്പിന്റെ വിളി എല്ലാവരും കഴിഞ്ഞു. കൂടുതലൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് ആർക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഞ്ചശുദ്ധികളെ പറഞ്ഞ് നമുക്ക് നിർത്താം. പഞ്ചയജ്ഞവും അല്ല പഞ്ചശുദ്ധി പറഞ്ഞല്ല, പഞ്ചശുദ്ധി പറഞ്ഞു കഴിഞ്ഞു. പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഈ പഞ്ചയജ്ഞങ്ങളെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഏതൊക്കെയാണ് പഞ്ചയജ്ഞങ്ങൾ? നിങ്ങൾക്ക് അറിയാതിരിക്കും, നിങ്ങളെപ്പോഴും പ്രഭാഷണം കേൾക്കുന്നവരാണ്. ഏതൊക്കെയാണ്? ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, മാനുഷ്യയജ്ഞം, ഭൂതയജ്ഞം. ഇതാണ് ഒരു ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ട 5 യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ബ്രഹ്മയജ്ഞമാണ്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേൾക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന പോലും എന്താണ്? ഒരു ബ്രഹ്മയജ്ഞമാണ്. അതായത് പുണ്യപുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും മഹാഭാരതവും ശ്രീനാരായണ ഗുരുദേവ കൃതികളും ശ്രീനാരായണ ധർമ്മവും ഒക്കെ എന്ത് ചെയ്യുക? വായിക്കുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കേൾക്കുക. അതിനെ ഞാൻ പറഞ്ഞില്ലേ, തച്ചിന്തനം, തശ്രവണം, അന്യോന്യം തത് പ്രബോധനം അല്ലെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഒക്കെ എന്താണ്? ബ്രഹ്മയജ്ഞത്തിൽ പെടും. അടുത്ത ദേവയജ്ഞമാണ്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ഹോമമൊക്കെയാണ്. നമുക്ക് ഗുരുദേവൻ ഒരു ഹോമ മന്ത്രം തന്നെ രചിച്ചു തന്നിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും നമുക്ക് ഹോമം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, അതുപോലെ ആശ്രമങ്ങളിലൊക്കെ പോവുക. കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടി വേണം പോകാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഹിന്ദു കുട്ടി പറഞ്ഞു അവൻ കൊച്ചിന് അമ്മയുടെ കൂടെ അല്ലാണ്ട് പോയത്. അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് അവർക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും കാണത്തൊന്നുമില്ല. പക്ഷെ കുറച്ച് നമ്മൾ ശീലിപ്പിച്ച് അവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ അവരെയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്തില്ല? ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പം അതാണ് എന്ത് ദൈവയജ്ഞം എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയോടെയുള്ള ഈശ്വര ആരാധന. അടുത്തത് പിതൃയജ്ഞമാണ്. പിതൃയജ്ഞം നമുക്ക് എല്ലാവർക്കും അറിയാം. പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ബലി തർപ്പണാദികളൊക്കെയാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ വേണ്ട വിധം സംരക്ഷിക്കുക. ഇപ്പം മാതാപിതാക്കളെ പ്രായമുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവരനുഭവിക്കുന്ന ഏകാന്തതയാണെന്നാണ് പറയും അല്ലേ. കാരണം എന്താ വെച്ചാൽ വീട്ടില് 3-4 പേരുണ്ടായിരിക്കും. ചിലപ്പോൾ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ 5-6 പേര് കാണും. പക്ഷെ ഇവരോട് ആരും എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. ചിലപ്പോൾ അവർക്ക് ചെവി കേൾക്കത്തില്ലായിരിക്കും. ചിലപ്പോൾ അവർ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിച്ചെന്നിരിക്കും. അപ്പം ക്ഷമയോടെ അവരെ ഒന്ന് കേട്ടാൽ മതി അവർക്ക് അല്ലേ. അവരെ നല്ല ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും ഒരാവശ്യം എന്താണ്? നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക. അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പകുതി നമ്മൾ സമാധാനം അല്ലെ, നമ്മൾ സംതൃപ്തരാകും. അപ്പം പ്രത്യേകിച്ച് പ്രായമായ അവരൊന്ന് കേൾക്കുക. പലപ്പോഴും അവരെങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒന്ന് കൂട്ടുക. പിന്നെ നമ്മൾ അവർക്ക് വേണ്ട മരുന്നോ പിന്നെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അതാണ് പിതൃയജ്ഞം. അടുത്തത് എന്താണ്? മാനുഷ്യയജ്ഞം. മാനുഷ്യയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥികളെ സ്വീകരിക്കുക. നമ്മൾ ചിലപ്പോൾ മുഷിഞ്ഞ മുഖത്തോടെയൊക്കെ ഇന്നും വന്നല്ലോ അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലാതെ അതിഥികളെയൊക്കെ സ്വീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുക. കുറച്ച് ദാനം ചെയ്യണമെന്നാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ അല്ലേ. ഇപ്പം നമ്മൾ ചിലപ്പം കല്യാണം കഴിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത പെൺകുട്ടികൾ കാണും. ചിലപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട്
അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഒരു പേന മേടിച്ചു കൊടുക്കോ ഒരു ബുക്ക് മേടിച്ചു കൊടുക്കോ ചെയ്താൽ പോലും അത് എന്തിൽപ്പെടുന്നു? മാനുഷ യജ്ഞത്തിൽപ്പെടുന്നു. അടുത്തത് പിന്നെ അതുപോലെ ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞം എന്ന് പറയുന്നത് ഇവിടുത്തെ ചരാചരങ്ങളിലായിട്ടുള്ള, അതായത് നമ്മുടെ പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയൊക്കെ സംരക്ഷിക്കുക. നമ്മളൊരു ചെടി കുഴിച്ചു വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് പോലെ എന്ത് വരും? ഒരു ഭൂതയജ്ഞത്തിൽപ്പെടും. നമുക്കറിയാം പരിസ്ഥിതി ദിനത്തിന് സ്കൂളുകളിലൊക്കെ എത്രമാത്രം തൈയൊക്കെ വിതരണം ചെയ്യുന്നല്ലേ. എന്നിട്ട് എല്ലാം കൊണ്ട് പിള്ളേർക്ക് കൊടുത്ത് എല്ലായിടത്തും കുഴിച്ചു വെക്കും. പക്ഷെ അങ്ങനെയാണ് കേരളം ഇപ്പോൾ ഒരു കാടായി വനമായി മാറുന്നത്. പക്ഷെ ആയിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ എന്താ, അതൊന്നും പിന്നെ നമ്മൾ വേണ്ട പോലെ പരിപാലിക്കത്തില്ല. അതുപോലെ ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഈ കാക്കയും ഒക്കെ വരുമ്പോൾ ഒരു ചിരട്ടയ്ക്കത്താണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ. ഈ ചെടിയൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, എന്താണ് എന്താ പറയുന്നത്? ഇച്ചിരി വെള്ളം താ എനിക്ക് അല്ലേ, അല്പം വെള്ളം താ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ദാഹിച്ചാൽ നമ്മളോടെ എന്ത് ചെയ്യും? ഓടിപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും. അവരും പറയുന്നുണ്ട്, ഭാഷ നമുക്ക് വശമില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഇച്ചിരി വെള്ളമൊക്കെ ചെടിക്കൊഴിക്കുക, അല്ലെങ്കിൽ പക്ഷിക്കും മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കുക, ആഹാരമൊക്കെ കൊടുക്കുക. അതാണ് ഭൂതയജ്ഞം. അപ്പം 5 യജ്ഞങ്ങളായി. ഏതൊക്കെയാണ്? ബ്രഹ്മയജ്ഞം, ദേഹയജ്ഞം, പിതൃയജ്ഞം, മാനുഷ്യയജ്ഞം, ഭൂതയജ്ഞം. അപ്പം ഈ പഞ്ചശുദ്ധികളും പഞ്ചധർമ്മങ്ങളും പഞ്ചയജ്ഞവും ഒരു ഗൃഹസ്ഥാശ്രമി ചെയ്തിരിക്കണം. എവിടെ പറഞ്ഞിരിക്കുന്നത്? ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ പറഞ്ഞപോലെ എല്ലാം നമ്മുടെ കുടുംബത്തെ നമുക്ക് നല്ലൊരു കുടുംബം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ചിലരതിനെ കുട്ടിച്ചോറാക്കി മാറ്റും അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ കുടുംബത്തെ നമ്മളെ ചേർത്ത് നിർത്തി നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് നല്ല മാർഗത്തിലൂടെ നയിച്ച് നമുക്ക് ധാർമ്മികരായിട്ട് അവരെ വളർത്താനൊക്കെ നമുക്ക് സാധിക്കണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സമയം വൈകിട്ടോ. എഡി ചാക്കോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, നമുക്ക് എത്ര പൈസ കൊടുത്താലും എത്ര പണം കൊടുത്താലും വാങ്ങിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ചിലത് അളക്കാനാവുന്നതിലും വലുതാണ്, അപ്പുറമാണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ വിലയെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അതിൽ ഒന്നാമത്തേത് കുടുംബമാണ്, രണ്ടാമത്തേത് കുടുംബമാണ്, അവസാനത്തേതും കുടുംബമാണ്. നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുമില്ലെന്ന് ഓർക്കണം. നമുക്ക് നമ്മൾ പറയും നമുക്ക് ബന്ധുക്കളുണ്ട്, നമുക്ക് കൂട്ടുകാരുണ്ട്, നമുക്ക് അതുണ്ട്, നമുക്ക് ഇതുണ്ട്. ഒരു 10 ദിവസം നമ്മളൊന്ന് ഒരു ആശുപത്രിവാസം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് കാണാം ഈ കൂട്ടുകാരെവിടെ, നാട്ടുകാരെവിടെ, ബന്ധുജനങ്ങളെവിടെ. ആദ്യം ഒരു നല്ലൊരു കുറച്ച് നമുക്ക് അവർ വരും അല്ലേ. അത് കഴിയുമ്പം നമുക്കും ആരെയും അങ്ങനെ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആര് മാത്രമേ കാണത്തുള്ളൂ? നമ്മുടെ കുടുംബം മാത്രമേ നമ്മുടെ കൂടെ കാണത്തുള്ളൂ. ആ കുടുംബത്തെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക. ഇന്നൊരു കുടുംബമായിട്ട് വേണമായിരുന്നു ഇത് കേൾക്കാൻ വരാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ എല്ലാവരും കൂടെ വരണം. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ ആരെയും ഭർത്താക്കൾ വന്നിട്ടുണ്ട്, ആരെങ്കിലും ഇനി മക്കൾ വന്നിട്ട് ഏതെങ്കിലും അങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പം കുടുംബമായിട്ട് വരണമെന്ന് ഞാൻ പറയുന്നത് നല്ലൊരു കുടുംബം നിങ്ങൾക്കുണ്ടാകട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ ധർമ്മങ്ങളും അല്ലെങ്കിൽ പറഞ്ഞ ശുദ്ധിയൊക്കെ അനുഷ്ഠിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മക്കളെയൊക്കെ നിങ്ങൾക്ക് നല്ല മക്കളെ ആയിട്ട് വളർത്താനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, നാടിന് പ്രയോജനപ്പെടുന്ന നല്ല മക്കൾ ഉണ്ടാകട്ടെ. അങ്ങനെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊക്കെ ഭഗവാന്റെ കാലടികളിൽ എൻ്റെ വാക്ക് അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും, അതുപോലെ എനിക്കിവിടെ ഒരു അവസരം തന്ന ഈ കുടുംബ യൂണിറ്റിൻ്റെ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികൾ, അതുപോലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത്ത് സാറ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.
സ്വല്പം. മതി എടുക്കാൻ